മലപ്പുറത്തിന് മാലിപ്പുറം എന്നൊക്കെയാണ് അവർ എഴുതിയിട്ടിരിക്കുന്നത്. മാലിപ്പുറം പിന്നെ പറഞ്ഞു മലപ്പുറം ആയിപ്പതാണ്. നമ്മൾ 1871 സെൻസസിൽ പറയുകയാണ്. അല്ല, ഇവിടെ 1871, തിരുവിതാംകൂർ 1875 ആദ്യത്തെ. 1875 കോട്ടയം നഗരത്തിൽ സെൻസസ് നടക്കുമ്പോൾ വൈകുന്നേരം 4 മണിയായപ്പോഴേക്ക് എന്യൂമറേറ്റർമാർക്ക് പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോട മൂടിയിട്ട് കൈപ്പാടകലുള്ള ആളെ കാണാനില്ല. കോട്ടയം ടൗൺ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലമാണ് കോട്ടയം. അതായത് ചുറ്റും മലയും ഇതൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടേ അതൊക്കെ മുഴുവൻ ഒറിജിനൽ കാടുകളാണ്. പിന്നെ അതൊക്കെ വെട്ടി റബ്ബർ അങ്ങോട്ട് വെക്കാൻ തുടങ്ങിയതോടുകൂടി 19-ാം നൂറ്റാണ്ടിലാണ് ഈ വലിയ മാറ്റം വരുന്നത്. നദികളെ വെള്ളം കുറഞ്ഞ് കംപ്ലീറ്റ് പ്രകൃതി മാറി, മഞ്ഞില്ലാതായി, കോടമൂടലില്ലാതായി, പിന്നെ അവിടെ ചൂട് കയറാൻ തുടങ്ങിയില്ലേ. ഇവിടെ 871 ഇത് നടന്നു. പിന്നെ നമ്മുടെ മലബാറിൽ 1871 ശരിക്കും ഫസ്റ്റ് സെൻസസ് 1870 ആണോ. അത് മലബാറിൽ ജില്ല ബ്രിട്ടീഷുകാർ നേരിട്ടായതുകൊണ്ട് നടന്നു. എന്നിട്ട് രാജാക്കന്മാർ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ അവരെന്ത് ചെയ്തു, ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് സ്പെഷ്യൽ സെൻസസ് നടത്തി 1875. അതുകൊണ്ട് കൊച്ചിയിലും തിരുവിതാംകൂറിലും 1875. 1881 ആയപ്പോൾ 10 വർഷത്തെ സെൻസസ് ഇന്ത്യയിൽ ആകമാനം ഒരുമിച്ച്. ഓരോ വർഷം കൂടുമ്പോഴും അത് കൂടി അതിൻ്റെ സൈസ് കൂടി, കുറേ സ്പെഷ്യൽ സാധനങ്ങൾ കൂടി. 1891 ഈ ടൗൺ സെൻസസ് എന്ന് പറയുന്ന ഒരു സാധനം സ്പെഷ്യൽ ചേർക്കുന്നത്. ഓരോ സെൻസസിന് എന്തെങ്കിലും ഓരോ സംഭവം ഉണ്ടാവും. അപ്പോൾ ഇത് 1891 ടൗൺ സെൻസസ് വന്നിട്ട് ടൗണിൻ്റെ ലിമിറ്റ് നിശ്ചയിച്ച് ടൗണുകളെ നിശ്ചയിച്ചു കൊടുത്തു. അതേപോലെ 1931 മെൻ്റൽ ഹെൽത്താണ്. അപ്പോൾ ആ 1931 മദ്രാസ് പ്രസിഡൻസിയിലെ മെൻ്റൽ ഹെൽത്തിൽ ഏറ്റവും ദുർബലമായ മാനസികാരോഗ്യമുള്ളത് മലബാറിലാണ്. അതായത് ഇങ്ങനെ കളർ കൊടുത്തിട്ട് ഏറ്റവും ചുവപ്പ് വരുന്നത് പറ്റ ദുർബലമായ ആൾക്കാരുടെ ആത്മഹത്യയും അതുപോലെ തന്നെ മാനസിക രോഗങ്ങളും കൂടുതലുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് മലബാറാണ്. കാരണം എന്താണെന്നറിയോ, ഇവിടെ അമ്മാതിരി ആയിട്ടുള്ള ഈ പോലീസ് നരനായാട്ടും ജന്മി പീഡനങ്ങളും ജാതിയും കാരണേ മനുഷ്യർക്ക് ഭ്രാന്ത് പിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. അതുകൊണ്ട് ഈ പള്ളികൾ, ക്ഷേത്രങ്ങൾ, വേറെ ചികിത്സ ഒന്നുമില്ലല്ലോ, പിന്നെ വിശ്വാസങ്ങളിലൂടെയാണ്. പിന്നെയാണ് അപ്പോൾ മെൻ്റൽ ഹെൽത്ത് വന്നപ്പോഴാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ നമുക്ക് നല്ല രസമാണ്. അതേ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ആന്തമാനിൽ എടുത്തു നോക്കി. കാരണം ആൾക്കാരൊക്കെ നാട് കടത്തിയൊരു സമയമല്ലേ, 10 വർഷം കഴിഞ്ഞല്ലോ. അപ്പോൾ ആന്തമാനിൽ നിന്ന് ഒരു ഈ സെൻസസിൻ്റെ ഏറ്റവും അവസാനം റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഷിംലയിൽ പോയപ്പോഴാണ് കിട്ടി എനിക്ക്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പുരുഷന്മാർ ധാരാളമായി ഫ്രീ സെൻ്റർ ആക്കിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ട് അവർക്ക് കുറച്ച് ഭൂമി അനുവദിച്ച് അങ്ങ് കൊടുക്കുകയും. അപ്പോൾ അവർക്ക് ഈ സ്ത്രീകളില്ലാത്തതുകൊണ്ട് ഇവരുടെ മാനസിക പ്രശ്നങ്ങൾ വർദ്ധിച്ചു. അപ്പോൾ അവിടേക്ക് സ്ത്രീകളെ, അവരുടെ ഭാര്യമാർ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകുന്നതിന് സർക്കാർ തന്നെ ഒരു സംവിധാനം ആക്കണമെന്ന്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡോക്ടർമാരായി ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു, ആ തടവുകാരെ സർക്കാർ ചെലവിൽ കപ്പലിൽ കൊണ്ടുവന്ന് മലബാറിലെ ചെറിയ ചെറിയ വീടുകൾ താമസിപ്പിച്ചിട്ട് അവരുടെ ഭാര്യമാരോട് സംസാരിക്കാനുള്ള. അങ്ങനെയാണ് അവിടെ സ്ഥലങ്ങളൊക്കെ അതേ ടൈപ്പിൽ വരുന്നത്. എന്നിട്ട് ഏറ്റവും രസം വെച്ച് കഴിഞ്ഞാൽ 10 വർഷം കൊണ്ട് മിക്കവാറും ആ ഭാര്യമാർ ഒന്നുകിൽ സഹോദരന്മാർ കല്യാണം കഴിച്ചു, പലവരും വേറെ ആൾക്കാർ കല്യാണം കഴിച്ചു. ചില ആൾക്കാർ, അപൂർവ ആൾക്കാർ മാത്രമേ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് തയ്യാറായുള്ളൂ. ഭയങ്കര ദയനീയമായിട്ടുള്ള അവരുടെ കത്തുകളുണ്ട്. ഇങ്ങനെ വന്നു, കണ്ടു, സംസാരിച്ചു, അവർ വരാൻ തയ്യാറില്ല, നിങ്ങൾ മരിച്ചുപോയി എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ പറഞ്ഞത്. വേറെ കണക്കൊന്നുമില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് സങ്കടത്തോട് തിരിച്ചു പോകുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് പിന്നെ എന്തായി, അത് തന്നെ അവരുടെ നാടായി. അപ്പോൾ അവർ ഈ നാടിൻ്റെ ഡയസ്പോറിക് സാധനങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് അവർ മഞ്ചേരി, പെരിന്തൽമണ്ണ, അങ്ങാടിപ്പുറം, ഊരകം അങ്ങനെയൊക്കെയാണ് പേരിട്ടിട്ട് നമ്മളുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു ദൂരദേശത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ ജന്മനാടിനെ കുറിച്ചുള്ള ചില ഒരു ഭയങ്കര ഒരു ഇതുണ്ടല്ലോ. അതുകൊണ്ട് പണ്ട് കണ്ടിട്ടില്ലേ, റെയിൽവേ സ്റ്റേഷനിൽ വടക്കേന്ത്യയിൽ ജോലിക്ക് പോകണവർ ഒരു തെങ്ങും കൂടി പിടിച്ചിട്ടാവുക. അവിടെ തെങ്ങുണ്ടാവുകയൊന്നുമില്ല, പക്ഷെ ഒരു തെങ്ങ് നമ്മളെ വീട്ടിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക, അതൊരു തെങ്ങ് ഇങ്ങനെ വീഴുക, ഒരു പട്ട വീഴുക, ഒരു അച്ചിങ്ങ ഉണ്ടാവുക. അതൊക്കെ ഒരു ഗൃഹാതുരത്വമാണ്. നമ്മളെ നിൽക്കുന്നത് നമ്മളെ നാടല്ലേ. അതുകൊണ്ടാണ് വാര്യകുത്ത് പറഞ്ഞത്, നിങ്ങൾ എന്നെ നാട് കടത്താനുള്ള സൗജന്യം എനിക്ക് വേണ്ട, ഇതെൻ്റെ ജന്മനാടാ, ഇവിടെ കമിഴ്ന്നടിച്ച് മരിക്കണം എനിക്ക്, അതിനെ കെട്ടിപ്പുണർന്ന് മരിക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നേരിട്ട് വെടിവെക്കുന്നത് പറയുന്നത്. ജന്മനാടിനോടുള്ളൊരിതേ. 1905 സെറ്റിൽമെന്റ് രജിസ്റ്ററിൽ മലപ്പുറം കോട്ടക്കുന്നിന് കോട്ടക്കുന്ന് മടമൈതാനി കോട്ടച്ചിരിച്ച് അല്ലേ, ഇത് കീഴ്പറമ്പ് ദേശം എന്നുള്ള ഒറ്റയുണ്ട്. അത് എത്ര ഉണ്ടെന്ന് അറിയോ? 4000 ചില്ലാൻ ഏക്കറുണ്ട്. ഇതും ഇതിന്റെ താഴെയും അപ്പുറവും ആ സൈഡും ഒക്കെ
അപ്പോൾ ആ ഭയങ്കര ബിഗ് ഡോക്യുമെൻ്റാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അതൊന്ന് നിങ്ങൾ പറഞ്ഞതിന് ശേഷം എടുത്തു നോക്കിയത്. കാരണം അത്രയും വിശദമായിട്ട് നോക്കുമ്പോൾ അടുത്ത ഈ സ്ഥലപ്പേരുകളിൽ നിന്ന് ഇതിൻ്റെ ബാക്കിലേക്കുള്ള ചരിത്രം മുഴുവൻ എഴുതിയിട്ടുണ്ടാകും. അത് എന്തുകൊണ്ട് അതിന് ശേഷം ഇങ്ങനെ ആയി എന്നുള്ളതിനും നമുക്ക് കൃത്യമായിട്ട് വരും. അപ്പോൾ ഒരു ഉത്തരങ്ങളും കിട്ടും. ഇനി നമുക്ക് നാളെ എങ്ങനെ ആവണം എന്നുള്ളതിനും ഇതൊരു ഡോക്യുമെൻ്റാണ്. ബ്രിട്ടീഷുകാർ ഒരു വേറെ കണ്ണിലുണ്ടാക്കിയതാണെങ്കിലും അതൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു തെളിവാണ്. കല്ലുവളപ്പ് പറമ്പ് കുന്നുമല്ല അതൊക്കെ ഉണ്ട്. അത് ചെങ്കൽ പറമ്പും അല്ലേ, അവിടെ കല്ല് വെട്ടുകുഴികൾ ഇഷ്ടം പോലെയാണ്. കല്ല് വെട്ടുകുഴികൾ ഇഷ്ടം പോലെയാണത്. നല്ല ഉറപ്പുള്ള കല്ലല്ലേ. നിങ്ങൾ കണ്ടില്ലേ അതിൽ ODUD എന്ന് പറഞ്ഞിട്ടാണ് മാർക്ക് ചെയ്യുക. OD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കുപ്പൈഡ് ഡ്രൈ എന്നാണ്. കൈവശപ്പെടുത്തിയിട്ടുണ്ട്, കൈവശമായിട്ടിരിക്കുകയാണ്. പക്ഷെ എന്താണ്, പുറമ്പോക്കാണ്. അപ്പം പോന്ന് കിട്ടണം. അപ്പോൾ പുറമ്പോക്ക് എന്നതിൻ്റെ അർത്ഥം. പിന്നെ UD ഉണ്ട്, അൺഒക്കുപ്പൈഡ് ഡ്രൈ ആണ്. അത് ആരുമല്ല, അത് പുറമ്പോക്കാണ്. അപ്പോൾ ആ സർവേ നടക്കുമ്പോൾ അങ്ങനെയാണ് അവർ എടുത്തെടുത്ത് പോയത്. എന്തൊരു മൈക്രോ ലെവലാണെന്നറിയാം. ഒരു എന്താ പറയുക, ഒരു സ്വപ്നത്ത് വിചാരിച്ചിട്ടില്ല ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകേണ്ടി വരുമെന്ന് ആണ് സംഭവം. ഈ പറയുന്നത് 1905 സർവേ. അത് 1888 തുടങ്ങിയിട്ട് പൂർത്തിയാവുന്നത് 905. നിസ്സാര കാര്യമില്ലല്ലോ, ഇത്രയും കണക്കുണ്ടാക്കണ്ടേ. ഫുള്ള് മാപ്പുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്ന നമ്മളെ സർവേ നമ്പർ ഇല്ലേ, അതിൻ്റെ ബ്ലോക്ക് ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്. അതിന് ഒരു മാറ്റമില്ല. ഇപ്പോഴും എന്ത് ഡിജിറ്റലാണെങ്കിലും ബേസ് എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സർവേ ആണ്. അതൊരു ശാസ്ത്രീയ സർവേ സംവിധാനം വന്നു യൂറോപ്പിൽ. അതുകൊണ്ട് അവർ അതനുസരിച്ച് ഇന്ത്യയെ കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തി അതിരുകൾ നിശ്ചയിച്ച് ഓരോ ഭാഗവും ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഇന്ത്യ, അവർക്ക് അധികാരമുള്ള ഒരു നാടിനെ, ഭൂപ്രദേശത്തെ അവർ ഇന്ത്യ എന്നുണ്ടാക്കി. അതേ സാധനമാണ് ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നത്, RSSകാർ പൗരാണിക ഇന്ത്യ പറയുക. അതും ഇതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പൗരാണികമായിട്ടുള്ള ഒരു ആശയം മാത്രമാണ് ഇതല്ല. യഥാർത്ഥ ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയാണ്. അതിർത്തി വരച്ച് മാപ്പ് വരയ്ക്കുക എന്നൊക്കെ പറയുന്നത് അതാ പണ്ടത്തെ ചെയിൻ സർവേ ഉണ്ടല്ലോ, പണ്ടത്തെ. ഇപ്പോൾ നമുക്ക് ഏരിയൽ സർവേയും ഡിജിറ്റൽ ഇതൊക്കെ വന്നല്ലോ. ഞങ്ങൾ 19-ാം നൂറ്റാണ്ടിലെ ഒരു ശാസ്ത്രത്തിൻ്റെ യൂറോപ്പിലെ വളർച്ച ഉണ്ടല്ലോ, അത് അവർ സമർത്ഥമായിട്ട് ഈ ചൂഷണത്തിന് ഉപയോഗപ്പെടുത്തി. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോട്ടക്കുന്നിൻ്റെ മുകളിലുള്ള ഭൂമി ഈ 905 സെറ്റിൽമെൻറ്റിലെ ഗവൺമെൻറ് വക എന്നാണ് ഈ ഏറ്റവും ടോപ്പ് ഭാഗം ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ് അത് ഈ സർവേ കാലഘട്ടത്തിൽ അക്വയർ ചെയ്തു എന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ MSP ഒക്കെ അതിന് ശേഷം എന്നാണ്, അതിൻ്റെ മുമ്പിലൊന്നും ചെയ്തില്ല. അങ്ങനെയല്ല. 1885 ഇവിടെ ഒരു സ്ഥിരമായിട്ടൊരു സേന വേണം എന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. അപ്പോഴേക്കും ഈ പ്രദേശത്തിനെ മതഭ്രാന്തിൻ്റെ കേന്ദ്രമായിട്ട് അവർ വ്യാഖ്യാനിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മതഭ്രാന്തിനെ നേരിടാൻ ഒരു സ്ഥിരം സേന, അത് അതിനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങിയത് നമ്മളെ കനോലിനെ 1855 കോഴിക്കോട് വെച്ച് വധിച്ചതിന് ശേഷം. കാരണം വേരുകൾ ഇവിടെയാണല്ലോ കിടക്കുന്നത്. അന്ന് ഇവിടെ ഈ കൂട്ടണി പിഴ ചുമത്തിയിൽ ഈ പ്രദേശമൊക്കെ ഉണ്ട്. സാറിനകത്ത് പറഞ്ഞ കീഴ്മുറി ദേശമൊക്കെ എന്ന് കൂട്ടപ്പിഴ ചുമത്തിയിലുണ്ട്. അതായത് ഒരു സ്ഥലത്ത് ഒരു ദേശത്ത് ഒരു സംഭവം നടന്നാൽ ആ ദേശത്ത് മതവ്യത്യാസമില്ലാതെ എല്ലാവരും ഒരു പൊതു നികുതി കൊടുക്കണം ആണ് ഈ പിഴ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലുള്ള അതിനെ ആൾക്കാർ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു ബ്രിട്ടീഷുകാർ ചെയ്യുന്ന ക്രൂരതയ്ക്കെതിരെ ഹിന്ദുക്കളടക്കം എതിരാണ്. കാരണം എന്താ, അവരെയൊക്കെ ഇങ്ങനെ അന്യായമായിട്ട് പിഴ ചുമത്തുകയാണ്. ഒരു വീട്ടിൽ ഒരാൾ മരിച്ചാൽ നികുതി കൊടുക്കണം. ബ്രിട്ടീഷ് ഗവൺമെൻറ് അല്ല, ജന്മിമാർക്ക്. അതിനാണ് പുരുഷാന്തരം എന്ന് പറയുക. ഒരു തിന്നാനും കുടിക്കാനുള്ള ഇല്ലാത്ത വീട്ടിൽ ഒരു ആൾ മരിച്ചു പോയാൽ അതൊരു സങ്കടകരമായ കാര്യമല്ലേ. അവർ കൊടുക്കേണ്ട നികുതിയാണ് ഈ പുരുഷാന്തരം. അങ്ങനെ മനുഷ്യൻ്റെ ചോര വിറ്റാണ്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഈ കനോലി പ്രഭുവിൻ്റെ വധത്തിന് ശേഷം മലപ്പുറത്ത് ഒരു പ്രത്യേക റെജിമെൻറ്റ്, കാരണം മലപ്പുറത്തിന് കുറച്ചും കൂടി ഒരു പ്രാധാന്യം ഈ പ്രദേശത്തേക്ക് എല്ലായിടത്തേക്കും പോകാനുള്ളൊരു വഴിയാണ്. പന്തലൂർക്ക് കയറാം, മഞ്ചേരിക്ക് കയറാം, തൂരിക്ക് പോകാം. അങ്ങനെ അതുകൊണ്ടാണ് ഇത് ഇവിടെ ആദ്യം ഇവിടെയാണ് ഒരു പോലീസ് തുടങ്ങുന്നത്. അപ്പോൾ അതിനന്ന് വിളിച്ചിരുന്നത് മലപ്പുറം സ്പെഷ്യൽ പോലീസാണ്. അത് MSP തന്നെ വിളിക്കുക. അത് മലപ്പുറം സ്പെഷ്യൽ പോലീസ് മാത്രമാണ്. അപ്പോൾ അതിലേക്ക് നിശ്ചിത പോലീസുകാരെ കോഴിക്കോട് നിന്ന് വിടുക ചെയ്തത്. ഇത് കൂടാതെ ബ്രിട്ടീഷുകാർ ഈ റംസാൻ മാസം അന്നാണ് ഈ മാപ്പിളമാർക്ക് ഭ്രാന്തളകുന്നതെന്ന് അത്രേ അവർ വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ മാസം ഈ പ്രധാനപ്പെട്ട അവർ ഐഡൻറ്റിഫൈ ചെയ്ത സ്ഥലങ്ങളിലൊക്കെ റെജിമെൻറ്റിനെ ആ ഒരു മാസം വിന്യസിക്കും. ഒന്നും നടക്കുന്നില്ല. ഏറ്റവും പവിത്രമായിട്ട് കാണുന്ന ആ ഒരു മാസത്ത് പോലും മനുഷ്യർക്ക് സമാധാനപരമായി ജീവിക്കാൻ പറ്റാത്ത ഒരു കാലത്താണ് ഇവർ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ MSP കുറച്ച് പോയതിന് ശേഷം 21
ജനങ്ങൾ ഒന്നടങ്കം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒറ്റയ്ക്കൊന്ന് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ MSPൻ്റെ പേര് മാറ്റിയിട്ട് അത് വലിയ റെജിമെൻ്റാക്കി അതിന് ഉപറെജിമെൻറ്റുകളായിട്ട് പാണ്ടിക്കാടും അങ്ങാടിപ്പുറത്തും നിലമ്പൂരും ക്ലാരിയിലും ഒക്കെ ഒരു സേനാ വിഭാഗം തുടങ്ങി. അതിനെയാണ് നമ്മൾ മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന് വിളിക്കുന്നത്. അത് 21 വരുന്നുള്ളൂ. അപ്പോൾ ഇവർക്കൊക്കെ പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വെടിവെപ്പ് പരിശീലനമില്ലേ, അതിൻ്റെ ഒരു സ്പേസാണ് ഈ കോട്ടക്കുന്നിൻ്റെ ഏറ്റവും ടോപ്പ്. അവിടെ ശരിക്കും അതൊക്കെ നമ്മൾ ചിത്രീകരിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ ഈ വെടിവെപ്പ് പരിശീലനത്തിന് പോലീസുകാർ മുഴുവൻ അന്ന് ആ വെടിവെപ്പ് മിക്കവാറും നിശ്ചയിക്കും ഇന്ന ദിവസമാണെന്നുള്ളത്. കാരണം ഇതിൽ ടോപ്പായതുകൊണ്ട് ആ വെടി ആൾക്കാർക്കൊന്നും കൊള്ളുകയില്ലല്ലോ. ഇത് കൂടാതെ അവരൊന്നും ചെയ്തിരുന്നു. ഞാൻ ഈ അടുത്ത കാലത്താണ് ഒരു പഴയ ഒരു പോലീസ് മേധാവീൻ്റെ ഒരു ആത്മകഥ പോലെ അയാൾ ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ട്. അയാൾ അതൊരു പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത്. അപ്പോൾ അയാളെ ഒന്ന് നോക്കുമെന്ന് വെച്ച് തന്നതാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിട്ട കാര്യങ്ങളാണ്. ഈ MSPൻ്റെ പരിശീലനം നടക്കുന്ന ദിവസത്തിന് തലേ ദിവസം ഇവരെന്ത് ചെയ്യും, ചെണ്ട കൊട്ടിയിട്ട് ഈ പോലീസുകാർ ഈ കോട്ടക്കുന്നിൻ്റെ താഴെയുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ നടക്കും ചെണ്ട. അതിൻ്റെ അർത്ഥം എന്താ, നാളെ അവിടെ റൈഫിൾ പരിശീലനം ഉണ്ട്, അടുത്തുകൂടിയൊന്നും വരരുത്, മനസ്സിലായില്ലേ, ഈ വെടികൊള്ളും, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ റൈഫിൾ ഇത് പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ എന്താ ചെയ്യുക, ആൾക്കാർ പിന്നെ പോത്തിനെ തീറ്റാനോ പശുക്കളെ വിടാനോ ആടിനെ മേയ്ക്കാനോ ഒന്നും ഏരിയയിൽ കൂടെ പോകാൻ പാടില്ല എന്നാണ്. പക്ഷെ ജനങ്ങൾ ഒന്നിച്ച് വരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വെടിവെപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അതൊന്നുമല്ല, അന്നത്തെ കൊടും പട്ടിണിയാണ് ആൾക്കാർക്ക്. ചോറൊക്കെ കാണാൻ അവർക്ക് കൊതിയാവും. ഈ കഞ്ഞി വെള്ളവും കാടിയും കുടിച്ചാലും ജീവിക്കണത്. പട്ടിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1960, 70കളിൽ ഭൂപരിഷ്കരണം വന്ന് ഗൾഫൊക്കെ വന്നപ്പോഴല്ലേ നമ്മളെ നാട്ടിൽ പട്ടിണി മാറാൻ തുടങ്ങി. ആ കൊടും പട്ടിണിയുടെ കാലത്ത്. അപ്പോൾ 21 അവസ്ഥ എന്തായിരിക്കും എന്നാലോചിച്ച് നോക്ക്. പഠിക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ പരിശീലനത്തിന് വരുന്ന പോലീസുകാർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം പോലീസുകാർ കൊണ്ടുവരും. അതിൻ്റെ ബാക്കി, ബിസ്ക്കറ്റിൻ്റെ ബാക്കി, വെള്ളത്തിൻ്റെ ബാക്കി, ഭക്ഷണത്തിൻ്റെ ബാക്കി ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പാവങ്ങൾ ഈ കോട്ടക്കുന്നിന് ചുറ്റുള്ള ദൂരത്തുനിന്നും ആൾക്കാർ വരും. ഇത്രേ പാത്രവും പിന്നെ ഇതൊക്കെ കൊണ്ട് വന്ന് നിൽക്കുമെന്ന് ഇങ്ങനെ കാത്തു നിൽക്കും ഈ പരിശീലനം കഴിയുമ്പോൾ ബാക്കിയുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ജീവനല്ല വില, ഈ വിശപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ളൊരു സ്ഥലമാണിത്. അതേപോലെ സാറേ ഇവിടെ നമ്മളെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ ഏഴൂപ്പിൻ്റെ ഒരു പരിസരം. അവിടെയാണ് നമ്മളെ ലങ്കാസ്റ്റർ സാഹിബിൻ്റെ ശവകുടീരും, അതേപോലെ പാണ്ടിക്കാട് പാണ്ടിക്കാട് യുദ്ധത്തിൽ വെച്ച് മരിച്ച ബ്രൂംഫീൽഡ്, പീറ്റർ ഹഗ് ഒക്കെ ഇവിടെയാണ് മറവിട്ട് കിടക്കുന്നത്. ലങ്കാസ്റ്റർ സാഹിബിന് ഇതിൽ ഒരു ചരിത്രത്തിന്റെ പ്രയോഗം ഉണ്ട് കേട്ടോ. കാരണം ഒരു 21 കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്നത് ഇന്ത്യ മുഴുവൻ ഞങ്ങളുടെ കയ്യിലായി, ഇനി ഒരിക്കലും ഞങ്ങൾക്ക് ഇന്ത്യ വിട്ടു പോകേണ്ട കാര്യമില്ല, എല്ലാ എതിർപ്പുകളെയും ഇതാ തീർത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ബ്രിട്ടീഷുകാരുടെ സ്മാരകങ്ങളും ഇവരെന്ത് ചെയ്തു, 1925, 26 കാലഘട്ടത്തിൽ പുതുക്കി പണിയാൻ തുടങ്ങി. ചില ബ്രിട്ടീഷുകാർക്ക് വേണ്ടി മരിച്ച ആളുകൾക്ക് സ്മാരകം പണിതു. അതാണ് ഹിച്ച്കോക്കിൻ്റെ സ്മാരകം. മാത്രമല്ല തിരുരങ്ങാടിയിലുള്ളത്, പിന്നെ മഞ്ചേരിയിൽ സ്കൂളിൻ്റെ അവിടെ ഒരു പിന്നെ വൈൻസ് സാഹിബിൻ്റെ വൈസ് എന്ന് പറയുന്ന സാഹിബിൻ്റെ, അത് 1840കളിൽ മാപ്പിളമാരായിട്ട് ഏറ്റുമുട്ടി മരിച്ചതാണ്. അയാളുടെ ഇതൊക്കെ പുതുക്കി പണിതു. ഒക്കെ ചരിത്ര സ്മാരകങ്ങളൊക്കെ. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ, ചേക്കുട്ടിക്ക് ആനക്കയത്ത് കിണർ പണിതു, ചേക്കുട്ടി കിണർ എന്ന് പറഞ്ഞിട്ട്. ഇത് വിജയിച്ചവനാണ് ചരിത്രം എഴുതുക. അപ്പോൾ വിജയിച്ചതിൻ്റെ ചരിത്രം ആൾക്കാർ പഠിക്കും, തോറ്റവൻ്റെ ചരിത്രം ആരും എഴുതില്ല. അത് എഴുതാൻ കഴിയില്ലല്ലോ, കാരണം ആരും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ചരിത്രം ഉണ്ടാക്കാൻ അവർ നോക്കി. എന്നിട്ട് അവർ ആ കാലത്ത് ഒരു രേഖയിൽ കാണുന്നത് ശുഹദാക്കളുടെ ഓർമ്മ പുതുക്കുന്ന നേർച്ച നടക്കുന്ന എല്ലാ സ്ഥലങ്ങളും അതാത് സ്ഥലത്ത് പോലീസ് സ്റ്റേഷനെ വരുതിയിലാക്കി. അവിടെ ഒരു തരത്തിലുള്ള മതാചാരങ്ങളും നടക്കാൻ പാടില്ല, ആഘോഷങ്ങളോ ആചാരങ്ങളോ സ്മരണാ ചടങ്ങുകളോ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ ഈ നേർച്ച സ്ഥലങ്ങൾ കംപ്ലീറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമ്മളെ പുരാരേഖ വകുപ്പിലുണ്ട്. അപ്പോൾ സാർ നേരത്തെ പറഞ്ഞ 1926 നോട്ടീസ് അതെ, അതൊക്കെ 21 ശേഷം. നിങ്ങൾ വിചാരിക്കും 21 കൂടി എല്ലാം അവസാനിച്ചു. അങ്ങനെയല്ല, ആളുകൾ ഇങ്ങനെ ഓർത്ത് കഴിയാണ് എന്നാണ് ഇതിനൊന്ന് പ്രതികാരം കിട്ടാൻ. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ആ ഭയമുണ്ട്. പൂർണ്ണമായ ഭയത്തിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നത്. കാരണം എല്ലാവരും കണ്ടാലും പേടിയാണ്. ഒരു പാവപ്പെട്ട മാപ്പിള മുറുക്കാനുള്ള സാധനം മടിക്കുത്ത് കൊണ്ടു നടന്നപ്പോൾ മടിക്കുത്ത് അഴിച്ചു പരിശോധിക്കുന്നു, അതിൻ്റെ ഉള്ളിൽ എന്താ വെടിമരുന്നുണ്ടോന്ന്. അമ്മാതിരി ഭയാണ് അവർക്കുണ്ടായത്. കാരണം സാറ് നേരത്തെ പറഞ്ഞ പോലെ മടിക്കുത്തില് പടപ്പാട്ടിന്റെ കോപ്പികൾ കയ്യിൽ ആ ഒരു ഭയത്തിൽ നിന്നാണ് വീണ്ടും ഇതൊരു സമരത്തിലേക്ക് ഉണ്ടാവും എന്നുള്ള ഒരു ഭയത്തിൽ നിന്നാണ് വീണ്ടും ഒരു പരിശോധന വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ഏകദേശം ഒരു മലബാർ അവരുടെ ശവക്കുഴി തോണ്ടിയെന്ന് കേട്ടാൽ മതിയല്ലോ.
കാരണം മലബാർ നമ്മുടെ ഈ നാട് മലബാർ പിന്നോക്കം വരാൻ കാരണം എന്താ പറയുക, ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് ഭയങ്കര കൊള്ള നടത്തിയിരുന്നു. പക്ഷെ ഒരു പൈസ പോലും ഈ നാട്ടിൽ കൊള്ളയ്ക്കുള്ള വാഹനം വാങ്ങാനെങ്കിലും പോലും അവരിവിടെ വിനിയോഗിച്ചിട്ടില്ല. അങ്ങനെ മലബാർ സ്വാതന്ത്ര്യാനന്തരം കൊടും പട്ടിണിയുടെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മലബാറിലേക്ക് നോക്കുമ്പോൾ ശരിക്കും ഇവിടെയുള്ള സൈനിക ആസ്ഥാനങ്ങളും സൈനികരെയും ഉപയോഗപ്പെടുത്തിയ പോലെ വേറെ ഇന്ത്യയിലെ വേറെ സ്ഥലങ്ങളിൽ ഉപയോഗപ്പെടുത്തി അതും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതുകൊണ്ട് അവരുടെ റെക്കോർഡുകളിൽ മലബാറിനെ എന്താ വിശേഷിപ്പിച്ചിരിക്കുന്നത് അറിയുമോ? അയർലൻഡ് ഓഫ് മദ്രാസ് പ്രസിഡൻസി എന്നാണ്. ബ്രിട്ടൻ എങ്ങനെ ഇംഗ്ലണ്ടിന് എങ്ങനെ തലവേദനയാണോ അതുപോലെ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ ഭരണത്തിന് ഒരു തീരാ തലവേദനയായി ഈ മലബാർ നിലനിൽക്കുന്നതാണ്. അപ്പോൾ ആ മലബാറിൻ്റെ പോരാട്ടത്തിൻ്റെ വില മനസ്സിലാക്കണമെങ്കിൽ ഈ ബ്രിട്ടീഷുകാരുടെ ഈ പ്രയോഗം മാത്രം നമ്മൾ കണ്ടാൽ മതി. മൈഗരുഡ് ഭാഷ മറ്റേ ലിപിയില്ല. അതായത് പണ്ട് കാലത്തെ അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്ക് അവർക്ക് തമ്മിൽ സംസാരിക്കാനേ അവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവില്ല. ഭയങ്കര ചൂഷണമല്ലേ. ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൊറിച്ചുമല്ല്, ആ ചൊറിച്ചുമല്ലിൽ തന്നെ ഒരു ഭാഷയായിട്ട് മാറി. അപ്പം അത് ഏറ്റവും കൂടുതൽ ആവശ്യമായി വന്നു ബ്രിട്ടീഷുകാരുടെ ചൂഷണം തുടങ്ങിയപ്പോൾ. കാരണം പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവർക്ക് കാര്യങ്ങൾ അങ്ങോട്ടും പറയണ്ടേ. അങ്ങനെയാണ് ഈ മൈഗരുഡ് ഒരു വ്യാപകമായ ഭാഷയാണ് മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രയോഗിക്കുക. ഓലത് കൃത്യമായി കമ്മ്യൂണിറ്റി ചെയ്യാൻ ഈ തടവുകാർ തമ്മിൽ അതേമാതിരി ബ്രിട്ടീഷുകാരുള്ള സമയത്ത് ഇവർക്കത് കൃത്യമായി രഹസ്യങ്ങളൊക്കെ പറയാനും വേണ്ടി ഇവർ കണ്ടെത്തിയൊരു ഭാഷയാണത്, നിഗൂഢമായൊരു ഭാഷ മൈഗരുഡ് എന്നുള്ള. എപ്പോഴും കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്ന ആളുകളുണ്ട്. അത് തടവുകാരായ സമയത്ത് എല്ലാ നാട്ടിലും തിരുവിതാംകൂറിൽ ഒരു ഭാഷ ഉണ്ട് മൈഗരുഡ് പോലെ തന്നെ. അതായത് ഈ മധ്യകാലഘട്ടത്തിൽ ഈ ജന്മിമാരുടെ ചൂഷണം കൂടി വന്നപ്പോൾ നമുക്ക് നമ്മുടെ ഇതിന് സന്ദർഭത്തിൽ നമ്മൾ കുറെ തെറിയൊക്കെ പറയില്ലേ. എന്തിനാണ് നമ്മുടെ ദേഷ്യം പുറത്തു കൊണ്ട് വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ജന്മി ഉള്ളപ്പോൾ തന്നെ അയാളെങ്ങനെ നിർത്തിക്കൊണ്ട് അയാൾ ചിലപ്പോൾ മുഖെഴുത്തണ പോലെ സംസാരിക്കും. സംഭവം എന്താ, അയാളിട്ട് ആക്കണതാണ്. ഉൾട്ടായിട്ട് ജെയിംസ് ആർ മാക്കി 1916 കൊല്ലം 1905 6 ഒക്കെ ആയിട്ടാണ് മലപ്പുറത്ത് സൈനിക ഉദ്യോഗസ്ഥനായിട്ട് സേവനം ചെയ്തിരുന്നു. അതെ, അതാണ് നിങ്ങളെ ബുക്കിൽ കുറച്ച് ആൻസർ എന്തൊക്കാൾ എന്ന് പറഞ്ഞ കാണ്ടുള്ള ഒരു പുസ്തകം. അയാള് ഇവിടെ ഉള്ള ഓരോ സംഭവങ്ങളും ആഴ്ചയിലെ വീക്കിലി എന്ത് ചെയ്യും, അച്ഛനും അമ്മക്കും കത്ത് രൂപത്തിൽ എഴുതും. അപ്പോൾ ഇവിടെ ഉള്ള മലപ്പുറത്തുള്ള ഓരോ സംഭവങ്ങള് പൂമ്പാറ്റകളെ സംബന്ധിച്ച് ചില ആൾക്കാരൊക്കെ ഭയങ്കര നിഷ്കളങ്കരാ. അവർക്കൊരു ജോലി കിട്ടി, ഒരു സർക്കാർ സേവനം എന്നുള്ള രീതിക്ക് വന്നതാണ്. പക്ഷെ ഇവിടുത്തെ കാലാവസ്ഥ അവർക്ക് ഭയങ്കര എതിരാ. ശരീരം അങ്ങനത്തെ ഇയാള് നേരെ തിരിച്ചാ പറയുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നല്ല കേരളത്തിന് അവർക്ക് ഇഷ്ടമായിരുന്നു. പ്രകൃതി ഏറ്റവും കൂടുതൽ അനുകൂലമായി അവർക്ക് പേടിയാ. അപ്പം ഞാനിപ്പോൾ നമ്മൾ കീഴിൽ റിസർച്ച് പൂർത്തിയാക്കി. അതിലെന്ന് പറയുന്നത് ഈ ഫിയറിനെ കുറിച്ചാണ്. ബ്രിട്ടീഷുകാർ ഈ മലബാറിലെ ഇന്ത്യയിലെ ആകമാനം അവരെത്ര ഭയത്തോടു കൂടിയിട്ടാണ് ജീവിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ അതാണ് ഇങ്ങനെ വന്നിട്ട് അത് പിന്നെ കൂടി വന്നിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് മാറുന്നത്. അപ്പോൾ ആ ഫിയറിൻ്റെ മെൻറ്റാലിറ്റിയാണ് നമ്മൾ റിസർച്ചാക്കി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ധാരാളം തെളിവുകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫറൂഖ് കൂടി 1930 ബ്രിട്ടീഷുകാർ നടന്നു പോകുമ്പോൾ കൂവി വിളിക്കുക, അതൊക്കെ പിന്നെ വയലൻ്റായി, പിന്നെ നമ്മൾ എംപവറായി. അപ്പോൾ അതിന് ഞങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു ടേം എന്ന് പറയുന്നത് ഡിഫീറ്റിസ്റ്റ് മെൻറ്റാലിറ്റി എന്നാണ്. പരാജിത ബോധം. നമ്മളിതാ പരാജയപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ വർദ്ധിച്ച് വന്നു. നമ്മളെ ഇടയിലോ നമ്മൾ വിജയിക്കുകയാണെന്ന് പറയുന്ന ബോധം കൂടി വന്നു. അതാണ് നമ്മൾ ഈ ഒരു മെന്റാലിറ്റി കറന്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയാണല്ലോ നമ്മുടെ ആ ധൈര്യം എന്ന് പറയുന്നത്. ശരീരമൊന്നും അല്ലല്ലോ. ചിലർ ധൈര്യത്തിൽ കണ്ടിട്ടില്ല, ചില ആൾക്കാരങ്ങ് നിൽക്കുന്നത്. ആ ധൈര്യം നാം എങ്ങനെയാണ് സംഭരിച്ച് വന്നത് എന്നുള്ളതാണ് ഈ ഒരു പഠനത്തിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിന് അവരുടെ രഹസ്യമായിട്ട് അവരുപയോഗിക്കുന്നത് ഡിഫീറ്റിസ്റ്റ് മെൻറ്റാലിറ്റിയാണ്. അത് ബ്രിട്ടന് മൊത്തത്തിലുണ്ട്. ഒരു 1890-കൾക്ക് ശേഷം ബ്രിട്ടന് തന്നെ ഒരു സ്വയം തോന്നി നമ്മളൊന്നും ഇല്ലാണ്ടായി. കാരണം ജർമ്മനിയൊക്കെ രംഗത്ത് വന്നു, ജപ്പാൻ കയറി വരുന്നു, അമേരിക്ക ഒരു ശക്തിയായി വരുന്നു, റഷ്യയിൽ ഒരു പുതിയ സംവിധാനം വരുന്നു. അപ്പോൾ അവർക്ക് ആ ഒരു ഇതിൽ വന്നപ്പോൾ ഇവർക്ക് വന്ന ഒരു ആധിപത്യം, ലോകാധിപത്യം കുറഞ്ഞു വരികയും അതിൻ്റെ സ്ഥാനത്ത് പുതിയ രാജ്യങ്ങൾ കയറി വരികയും ചെയ്തു. അതൊക്കെ നമ്മളെ സ്വാതന്ത്ര്യ സമരത്തിന് നമ്മൾ ശക്തിപ്പെടുത്താനുള്ള സഹായമായിട്ടുണ്ട്. മെൻറ്റാലിറ്റി സ്റ്റഡീസൊക്കെ ഇപ്പോൾ നല്ലോണം വരുന്നുണ്ട്. കടലുണ്ടിപ്പുഴയുടെ ഒരു ചരിത്രം കൂടിയാണ് ഈ നാടിൻ്റെ ചരിത്രം. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കാൻ കടലുണ്ടിപ്പുഴയുടെ 2 തീരത്തൂടെ നമ്മൾ നടക്കണം.
എന്നിട്ട് അവിടുത്തെ സ്ഥലപ്പേരുകളും പറമ്പ് പേരുകളും ഒക്കെ എടുത്താൽ മതി. കാരണം ഈ പേരിട്ടതാരാ? മനുഷ്യരാണ്. അവരുടെ ഈ ക്രയവിക്രയത്തിന് ഭാഗമായിട്ടാണ് പേരുണ്ടാവുന്നത്. അപ്പോൾ കടവുകളും അതിൻ്റെ അധികാരവും ഒക്കെ അതിൽ കൂടി ജീവിച്ചിരുന്ന മനുഷ്യരുടെ പേരുകളൊക്കെ അതിൽ കാണാൻ പറ്റും. നമുക്ക് പുലയൻ, കണക്കൻ, അതേപോലെ തന്നെ ആശാരി, കരുവാൻ, അങ്ങനെ ദൂരത. ഇപ്പോൾ ഒരു ആളുടെ പേര് താമരശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിയാണ്. അയാൾക്കിങ്ങനെ ഇവിടെ ഭൂമി വരാൻ കാരണം അയാളെ കൊണ്ടുവരികയാണ് ഈ ത്രിപുരാന്തര ക്ഷേത്രത്തിൽ പിന്നെ ചടങ്ങുകൾ നടത്താൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ട് അയാൾക്ക് ധാരാളം ഭൂമി ദാനമായിട്ട് കിട്ടും. അങ്ങനെ അയാൾ അതിൻ്റെ അധികാരിയായി മാറും. മനുഷ്യൻ്റെ ജീവിതം കൊടുക്കൽ വാങ്ങലല്ലേ. ചില ആൾക്കാർക്ക് അഹന്ത ഉണ്ടാവും, ഇത് ഞങ്ങളുടെ നാടാണ്, ഇതാണ് ഏറ്റവും പവിത്രം, അതുകൊണ്ട് ഇവിടുത്തെ ഞാനാണ് ഇതിൻ്റെയൊക്കെ മുകളിലിരിക്കുന്നത്. അങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ തോന്നും. അങ്ങനെയൊന്നുമില്ല, നമ്മൾ താഴേക്ക് ഇറങ്ങണമെങ്കിൽ ചരിത്രം പഠിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനിപ്പോൾ ഇതിന് തൊട്ടടുത്തുള്ള ഈ മാപ്പുകളിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ട പേരുകൾ വളരെ പറയുന്നത് ചക്കനം കടവ് പറമ്പ്. നമുക്ക് കുറേ പഠിക്കാണ്ട് അതിന് എറ്റിമോളജി നോക്കിയിട്ട് ഇത് എങ്ങനെയാണ്. കരുവാൻ പറമ്പ്, 90-ാം കണ്ടം, മനസ്സിലായില്ലേ? അതൊരു എന്തിൻ്റെയോ ഒരു 90-ാമത്തെ സാധനം. അതേപോലെ തന്നെ പട്ടര് കടവൻ, അത് കുറച്ച് താഴെയുള്ള പട്ടര് കടവ്. അവിടെയുള്ള സ്വാഭാവികമായിട്ടും ഈ കടവ് ബന്ധിപ്പിക്കാൻ പട്ടര് കടവിൽ നിന്ന് ആള് ഇവിടെ വന്നിട്ട് ഭൂമി ഒക്കെ ആയിട്ട്. പട്ടര് കടവൻ മൊയ്തീൻ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഭൂമി ഉടമസ്ഥന. ഖാദർ പൊയ്യ സാഹേബ്, മനസ്സിലായില്ലേ? പൊയ്യ എന്നൊക്കെ പറയുന്നത് അങ്ങ് വടക്കൻ കേരളത്തിലുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ഒരാൾ ഇവിടെ ഒന്ന് ഭൂമി ഉണ്ടായി. പണ്ട് കാലത്ത് ഈ കച്ചവടക്കാർ ധാരാളം ഉണ്ടാക്കി. അവരിതിലൊന്നും, അവർ ഭയങ്കര സാമർഥ്യമുള്ളവരാണ്. അവരിതിലൊന്നും ഇടപെടാതെ എല്ലാ ആളുകൾക്കും ഈ പിന്നെ സാധനങ്ങൾ കൊടുത്ത് ധാരാളം പണം ഉണ്ടാക്കും. അതേപോലെ തന്നെ മങ്കരത്തൊടി കോയ, നടുവിലെ കളത്തിൽ അത്തൻ, പാണ്ടിക്കടവത്ത് തോട്ടം, നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ പാണ്ടിക്കടവ് എന്ന് പറയുന്ന സ്ഥലം, അവിടെയുള്ള ആളുടെ തോട്ടം ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ വെള്ളാട്ട് രാമൻ നായർ, വെള്ളാട്ട് കുടുംബം സാമൂതിരിയുടെ പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ്. അവിടുത്തെ ആൾക്കാരുണ്ട്. അടിയാർ കുന്നത്ത് രാമണ്ണി നായർ, ഭയങ്കര പിന്നെ ലാൻഡ് ലോഡ് അവിടുത്തെ. ഇങ്ങനെ നമുക്ക് ഇത് അതിൽ ഏറ്റവും എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ നിലങ്ങളുടെ പേര്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തിന് നമ്മളെ നാട്ടിൽ പറയും എന്താ, പറമ്പ് എന്ന് പറയില്ലേ. പക്ഷേ ദൂരദേശങ്ങളിൽ പലതും പറയാറുണ്ട്. ഇപ്പോൾ ഇതിന് പിന്നെ നമ്മളെ നിലമ്പൂർ പറയുന്ന വേറൊരു പേരാണ്. അപ്പോൾ നമുക്ക് ആ പ്രദേശത്തുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ള ഒരു സമ്പർക്കം നമുക്ക് അതിന് എടുക്കാൻ പറ്റും. ഞാൻ പറയുന്നത് നോക്ക്, നിലം ഭൂമി ഇവിടെ കാണുന്നുണ്ട്, പറമ്പ് കാണുന്നുണ്ട്. ഇതാണ് വള്ളുവനാടൻ രീതിയാണ്. കണ്ടിപ്പറമ്പ് അത് വടക്കൻ കേരളത്തിലുള്ളതാണ്. തോട്ടം എന്നൊക്കെ പറയുന്നത് ഈ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഉണ്ടാകുന്നൊരു സങ്കല്പമാണ് തോട്ടം. പാടം അത് നമ്മളെ നാട്ടിലുള്ളതാണ്. തൊടികപ്പറമ്പ്, ഓടി നിലം, അയനിക്കൽ ഓടി നിലം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതേപോലെ തന്നെ ചോല, കുറച്ച് വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ളത്. വിളക്കുമാടത്തിൽ, കുറേ ഭൂമിക്ക് പേര് വിളക്കുമാടത്തിൽ നിന്നാണ്. സംഭവം എന്താ, ഈ നമ്മളെ പഴയ എണ്ണ ഒഴിച്ചു വയ്ക്കുന്ന വിളക്കുണ്ട് അവിടെ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭൂമി വധിച്ചു കൊടുത്തിട്ടുണ്ട്. വിളക്കുമാടം ഒക്കെ മധ്യകാലത്തുള്ള കേട്ടോ, ഇപ്പോഴൊന്നുമല്ല അത്. അതേപോലെ തന്നെ കണ്ടം, പഴയന്തോട്ടിൽ നിലം, വളയന്തോട് നിലം, കുടിയിരിപ്പ്, കൊഴിഞ്ഞിപ്പറമ്പിൽ കുടിയിരിപ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പൊറ്റപ്പറമ്പ്, പൊറ്റെന്ന് ഇവിടുത്തെ പേരല്ല, ഒക്കെ ദൂരത്തുള്ളതാണ്. പള്ളിയാൽ എന്ന് പറയുന്നത് ജൈന ബുദ്ധ കാലഘട്ടത്തിലുള്ള പേരാട്ടോ. കാരണം നമ്മൾ പള്ളിക്കൂടം, മതസ്ഥാപനത്തെ പള്ളി, പിന്നെ അമ്പലത്തിനെ പള്ളി എന്ന് വിളിക്കുന്നതൊക്കെ ജൈന ബുദ്ധ അവർ അതാ വിളിക്കുക. അതുപോലെ കോട്ടക്കുന്ന് മാട്, അതാണ് നമ്മൾ മാട് മൈതാനം എന്ന് പറഞ്ഞില്ലേ, അതൊരു വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ മാട് എന്ന് വിളിക്കുന്നത്. പിന്നെ പണ്ടാരക്കുളം, ക്ഷേത്രത്തിന് കൊടുത്തത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് അതേപോലെ തന്നെ തൊട്ടുകൂടായ്മ, തീണ്ടാപ്പറമ്പിൽ തൊട്ടുകൂടായ്മയുമായി ബന്ധപ്പെട്ടത്. ഏകദേശം ഒരു 17-18 ചില സ്ഥലങ്ങൾക്ക് പീഡിക എന്നുള്ള പേര് വരുന്നുണ്ട്. പീഡിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പിളമാർ താമസിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ഈ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രേഖകളിൽ ഈ കോട്ടക്കുന്നിൻ്റെ ഏറ്റവും നെടുമ്പറമ്പിൽ പല ഭാഗങ്ങളിലായിട്ട് ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്ന ആൾക്കാരുടെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് അത് ഷാഹിദിൻ്റെ ബുക്കിൽ തന്നെ ഉണ്ട്. പ്രധാനപ്പെട്ട ആൾ വാര്യംകുന്നത്തിനെയാണ്. അത് 1922 ജനുവരി 20 ഇവിടെ ഒരു താൽക്കാലിക കോടതി ഉണ്ടാക്കി അവിടെ നിന്ന് വിചാരണ ചെയ്ത്. അതൊക്കെ പേരിന് വെറുതെ ഒരു ഇതിന് വേണ്ടാണ്, പരസ്യമായ വിചാരണ അല്ലല്ല. ഒരു കോടതി ഉണ്ടാക്കിയവർ, താൽക്കാലിക കോടതി, ടെമ്പററി കോട്ട. എന്നിട്ട് അവിടെ വെച്ചങ്ങ് വിചാരണ ചെയ്തു. അയാൾക്കൊന്നും പറയാനൊന്നുമില്ല. അതിന് പകരം നിങ്ങൾ ഇന്ന കുറ്റം ചെയ്തിട്ടുണ്ട്, അത് ശിക്ഷ ഇതാണ് അവിടെ വെച്ചിട്ട്. അങ്ങനെ എല്ലാവരെയും കുറച്ച് ദൂരെ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടൊക്കെയാണ്
അപ്പീൽ കൊടുക്കാനൊക്കെ ഉണ്ട്. വാര്യംകുന്നത്തിന് ഒന്നും കൊടുത്തിട്ടില്ല. അവിടെ വെച്ച് അപ്പം തന്നെ അങ്ങ് വിധി കൊടുത്തു. എന്താണ്? ഇയാളെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിക്കുകയാണ്. എന്താണ് അയാൾക്കെതിരെ കൊടുത്തിട്ടുള്ള കുറ്റം? ബ്രിട്ടീഷ് രാജാവിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു എന്നുള്ളത്. കാരണം ഭരണം അവസാനിപ്പിക്കണം എന്നുള്ളത് അയാളുടെ ലക്ഷ്യമാണ്, നാടിൻ്റെ മോചനത്തിന്. അപ്പോൾ ആ ജനുവരി 20 ഐതിഹാസികമായിട്ടുള്ളൊരു സംഭവമാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവത്യാഗം എന്ന് പറയുന്നത്. അതാണ് പ്രധാനപ്പെട്ടത്. ഇതുകൂടാതെ ചെമ്പ്രശ്ശേരി തങ്ങൾ ധീരനായ പോരാളിയാണ്. വാര്യംകുന്നത്തിന് കൂടെ നിന്ന് നമ്മൾക്ക് വേണ്ടി പൊരുതിയ ആളാണ്. അദ്ദേഹത്തെ വധിച്ചത് ഇവിടെ വെച്ചിട്ടാണ്. കുമരംപുത്തൂർ സീതിക്കോയ തങ്ങൾ അദ്ദേഹത്തെ വധിച്ചത് ഇവിടെ വെച്ചിട്ടാണ്. അവരൊന്നും ഈ അക്കാലത്തെ വർഗീയ പാർട്ടിയുടെ ആൾക്കാരല്ല. ഇവരെല്ലാം കതർ ധരിച്ചിരുന്ന അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നമായിട്ടുള്ള ഗാന്ധിജി പറഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ കൂടിയാണ്. അവരെയാണ്, ഈ ദേശീയവാദികളെയാണ് ബ്രിട്ടീഷുകാർ നിഷ്കരണം ഇല്ലായ്മ ചെയ്ത്. കിഴക്കേ പള്ളിക്കൽ ഉണ്ണീൻ മുസ്ലിയാർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ആളാണ്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കൊന്നോല കുടുംബത്തിലെ മൊയ്തീൻ കുട്ടി, ഇളമ്പിലക്കാട് അഹമ്മദ്, ഇവരെ മരത്തിൽ കെട്ടി വെടിവെച്ച് കൊല്ലുക ചെയ്തത്. എത്ര ഒരു ക്രൂരമായിട്ടുള്ളൊരു ഇതാണെന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ അവരെ ശരീരം, നിങ്ങൾക്കറിയാം, അന്ന് ഇങ്ങനെ വെടിവെച്ച് കൊന്നാൽ ആ ശരീരം ഒരു ദിവ്യമായ സാധനം, അത് കിട്ടാൻ വേണ്ടി ആ ശോതാക്കളുടെ ബോഡി കിട്ടി അത് മറവ് ചെയ്ത സ്ഥലം ബ്രിട്ടീഷുകാരായതുകൊണ്ട് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ഇത്തരത്തിലുള്ള ശവശരീരം കൊടുക്കില്ല അവർക്ക്. കാരണം അത് പിന്നീട് നേർച്ചയും പടപ്പാട്ടുമായി മാറുന്നു. അത് ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള പ്രതിരോധമായി മാറുന്നു. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തിരുന്നു? ബോഡി കത്തിച്ച് കളഞ്ഞ് അതിൻ്റെ ചാരത്തോടു കൂടി അതിൻ്റെ മണ്ണ് അവിടെ നിന്ന് ആരും അറിയാതെ മറ്റെവിടെയെങ്കിലും കൊണ്ട് കളയും. അങ്ങനെ ആ സ്പോട്ടേ ഇല്ലാതാക്കുക, ആ ഓർമ്മയെ ഇല്ലാതാക്കുക. അതാണ് നമുക്ക് ഇവിടെ അവർ വധിച്ചിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റുന്നത്. കാരണം ഏറ്റവും അപകടകാരികളായിട്ടുള്ള ആൾക്കാരെ നിമിഷ നേരം കൊണ്ട് കൊല്ലുക എന്ന് പറയുന്ന രീതി അവിടെ ഉണ്ടായത്. അതുകൊണ്ട് ഈ പറഞ്ഞ ആളുകളൊക്കെ ബ്രിട്ടീഷുകാർ ഹിറ്റ് ലിസ്റ്റിലാക്കിയിട്ടുള്ള അവരുടെ ശാശ്വതമായ നിലനിൽപ്പിനും ഭീഷണിയായിട്ടുള്ള, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട് മോചിപ്പിച്ച ധീരരായ പോരാളികളാണ്. 21 ശേഷം 47 വരെ ഈ ഓർമ്മയിലാണ് മനുഷ്യർ മുഴുവൻ തെരുവിലിറങ്ങിയത്. അവർ കാണിച്ചു തന്ന പാത അവർ കത്തിജ്വലിപ്പിച്ച് വലിയ സ്വാതന്ത്ര്യ സമര പോരാട്ടമാക്കി. അങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ, വടക്കാങ്ങരയിലെ ഒരു കോയണ്ണി തങ്ങളെക്കുറിച്ച് പറയാം. അദ്ദേഹത്തെയും അപകടകാരിയെ കണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ കൊട്ടക്കുന്നിൽ വെച്ചാണ് മലപ്പുറത്ത് കോൺഗ്രസ് പ്രസിഡന്റായ കുഞ്ഞിത്തങ്ങളുടെ മരുമകനായിരുന്നു. അതെ അല്ലേ? ഒന്ന് ആലോചിച്ചു ഇവരെയൊക്കെ. എന്നിട്ട് ഈ ഒരു കോട്ടക്കുന്ന് കാണാൻ വരുന്ന ടൂറിസ്റ്റുകൾ ഇത്രയും ഈ പവിത്രമായ ഭൂമിയിൽ അല്ലേ, നമ്മൾക്ക് വേണ്ടിയിട്ട് ശോതാക്കളായിട്ടുള്ള ആൾക്കാർ, രക്തസാക്ഷികളായിട്ടുള്ള ആൾക്കാർ, ഈ രാജ്യം എന്നും മുൻകൂട്ടി പറയേണ്ടുന്ന പ്രധാനപ്പെട്ട പേരുകാരായിട്ടുള്ള ആൾക്കാരെ അവിടെ കാണിക്കേണ്ടതാണ്. അതെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൂട്ടത്തിൽ ഈ കോട്ടക്കുന്നിൻ്റെ ഒരു ചരിത്രം കൂടി അവിടെ ആലേപനം ചെയ്തു കഴിഞ്ഞാൽ, ചിത്രത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഫ്രീഡം വാളായിട്ടോ ഹിസ്റ്ററി വാളായിട്ടോ അല്ലെങ്കിൽ പൈതൃക മതിലെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് ചെയ്താൽ ഏറ്റവും നന്നായിരിക്കും. അതൊരു കാഴ്ചയായിരിക്കും. അത് നമ്മുടെ നാടിന് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സേവനമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ നമ്മൾ പഠിച്ചതാണ് വലുത് എന്നൊരു ധാരണ നമുക്ക് പാടില്ല. കാരണം ഇത് തുടർ പ്രക്രിയയാണ്. വരാൻ പോകുന്ന തലമുറയും പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ രീതികളിലും ഇത് വ്യാഖ്യാനിക്കാൻ പറ്റും. തെളിവുകൾ നമുക്ക് നേരത്തെ ഉണ്ട്, തെളിവുകളുടെ വ്യാഖ്യാനവും മാറും. കാരണം ഒരു 2047 ഓഗസ്റ്റ് 15 ശേഷം നമ്മൾ സ്വാതന്ത്ര്യ സമരത്തെ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്നതുപോലെയല്ല 2026 ഈ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തെ കാണുന്നത്. കാരണം അന്ന് നാം തള്ളിക്കളഞ്ഞ, അന്ന് നമുക്ക് ഭീഷണിയായ ആൾക്കാർ ഇന്ന് വേറെ അധികാരത്തിൻ്റെ രൂപത്തിൽ ഇന്നിവിടെ പ്രസൻ്റാണ്. അവർ ആ ചരിത്രത്തിൻ്റെ രേഖകൾ മായ്ക്കാൻ ശ്രമിക്കുന്നു. കാരണം അന്നേ അവർ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒപ്പമല്ല, മാപ്പെഴുതി കൊടുത്ത് ബ്രിട്ടീഷുകാരുമായിട്ട് സഹവർത്തിച്ച് ജാതി വ്യവസ്ഥയും പഴയ ജന്മിത്വവും പുനരാവിഷ്കരിക്കണം, അതിനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ആൾക്കാർ ഇന്ന് അധികാരത്തിലാണ്. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നാട് എങ്ങനെയാണ് സ്വതന്ത്രമായത്, നാം എങ്ങനെയാണ് കഷ്ടപ്പാടുകളെ അതിജീവിച്ച് ഇത്തരത്തിലുള്ള എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാവുന്ന ഒരു നാടാക്കി മാറ്റിയത് എന്ന് നമുക്ക് പുതിയ തലമുറയെ മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ ഊർജം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ. ആ ഊർജം എന്ന് പറയുന്നത് ഐക്യത്തിൻ്റെയും ഭിന്നതയില്ലായ്മയുടെയും ഊർജം കൂടിയാണ്. അപ്പോൾ അത് നമുക്ക് പറഞ്ഞു പഠിപ്പിക്കണമെങ്കിൽ ഇവിടെ വേണ്ടേ? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് മലപ്പുറം ജില്ലയുടെ ആസ്ഥാനം മലപ്പുറം അല്ലാതെ മറ്റേത് പ്രദേശമാണ് ആവുക അല്ലേ? അതിന് നമ്മൾ കൊളോണിയൽ പാരമ്പര്യം ഉണ്ടെങ്കിൽ പോലും, കാരണം കൊളോണിയൽ പാരമ്പര്യത്തിന് കുറച്ച് അത്ര വലിയ പഴക്കമൊന്നുമില്ല കേട്ടോ. ഈ പ്രദേശം ബ്രിട്ടീഷുകാർ ഒരു ആസ്ഥാനമാക്കാൻ കാരണം എന്താണെന്നറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞ കുന്നിൻ പുറമാണ് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് പോലെ തന്നെ കുറച്ചും കൂടി ശാസ്ത്രീയത വന്നു. എന്താണ്? വയർലെസ് വന്നപ്പോൾ അവരെന്ത് ചെയ്തു? പെട്ടെന്ന് ആശയങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ട്
ഓരോ കുന്നും ഈ നമ്മുടെ തെക്കൻ മലബാറിലെ ഓരോ ഹിൽ ടോപ്പുകളും അവർ എന്ത് ചെയ്തു വയർലെസ് സ്റ്റേഷനാക്കി. അത് നമുക്ക് ഊരകമുലേൻ്റെ മുകളിലുള്ള അവിടെ ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൻ്റെ അടുത്ത് വയർലെസ് സ്റ്റേഷനാണ്. അത് കഴിഞ്ഞപ്പോൾ പന്തല്ലൂർ മലേൻ്റെ മുകളിലുണ്ട്, അതും വയർലെസ് സ്റ്റേഷനാണ്. അതേപോലെ മലപ്പുറത്ത് ഈ കോട്ടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇത് പാണ്ടിക്കാട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് ക്ലാരിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വയർലെസ് എന്ന് പറയുന്നത് വരുന്നതിന് മുമ്പ് വെടിയായിരുന്നു. വെടി വെച്ചിട്ട് ഇപ്പോൾ പന്തല്ലൂർ മലേൻ്റെ മുകളിൽ ഒരു വെടി വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അത് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും, അത് അങ്ങോട്ട് കൊടുക്കും. അതൊക്കെ മെസ്സേജുകളാണ്. അത് കഴിഞ്ഞ് പിന്നെ വയർലെസ് വന്നു. അപ്പോൾ അവർ കുറച്ചും കൂടി സംവിധാനമായി, പെട്ടെന്ന് ഇവർക്ക് ആശയങ്ങൾ കൈമാറാൻ പറ്റി. ആ ഒരു ശാസ്ത്രീയത അവരുടെ കയ്യിലുണ്ടായതുകൊണ്ടാണ് നമ്മുടെ പ്രതിരോധം കുറച്ച് പരാജയപ്പെട്ടു പോയത്. കാരണം നമുക്ക് അക്ഷരാഭ്യാസം ഇല്ല, കൂട്ടായ്മയില്ല, നമ്മൾ ഒറ്റ കൊടുക്കുന്നവർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, അന്ന് അത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അവർ തുടങ്ങി വെച്ച് നമുക്ക് പാഴായില്ല അവരുടെ പ്രതിരോധം. വാര്യംകുന്നത്തിന് പ്രതിരോധം പാഴായില്ല. 47 നമുക്ക് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ വിയർപ്പ് താഴെ വീണത് കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ രക്തം വീണത് കൊണ്ടാണ്, അല്ലേ? അപ്പോൾ ആ ഒരു ശാസ്ത്രീയത ശത്രുക്കൾ നന്നായി ഉപയോഗിച്ചു. ഇന്ന് നമ്മുടെ കുട്ടികൾ, നമ്മുടെ ചെറുപ്പക്കാർ ആ ശാസ്ത്രീയത സോഷ്യൽ മീഡിയയും മറ്റൊക്കെ നന്നായി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവരെ പ്രതിരോധം അവരുണ്ടാക്കുന്നത്. അവർ ഫീൽഡിലുമാണ് അവർ ആ ശാസ്ത്രീയതയും ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് സ്വാതന്ത്ര്യദിനം ഇത് ഒരു മഹത്തായ ദിനമാണ്, നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ദിനം തന്നെയാണ്. ഈ നമ്മളിപ്പോൾ മലപ്പുറത്ത് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ, ഒരു പരിപാടി ഒരാൾ സംഘടിപ്പിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ആളുകൾ പറയപ്പെടുന്ന ഒരു സംഭവമാണ് മലപ്പുറം ചരിത്രമുറങ്ങുന്ന നാടാണ്. പക്ഷേ മലപ്പുറത്ത് കൃത്യമായിട്ട് പറയുകയാണ്, മലപ്പുറം കോട്ടക്കുന്നിൽ ശരിക്കും നമ്മളൊരു ഈ ഒരു ടൂറിസത്തിൻ്റെ വരവോടുകൂടി മലപ്പുറത്ത് ദൈനംദിന ആയിരങ്ങൾ വരുന്നൊരു സ്ഥലമാണ്. അവിടെ ശരിക്കും കോട്ടക്കുന്നിൻ്റെ ഒരു കൃത്യമായൊരു ചരിത്രം അടയാളപ്പെടുത്തുകയോ, അവിടെ സമ്പന്നമായൊരു ചരിത്രമുള്ളതാണ്. വള്ളുവക്കോനാതിരിയിൽ നിന്ന് പാറനമ്പി, സാമൂതിരിയുടെ സാമന്തനായ പാറനമ്പി അത് സംഘർഷത്തിൽ യുദ്ധത്തിലൂടെ അത് നേടിയെടുക്കുന്നു. ശേഷം പിന്നീട് അത് ഒരുപാട് വർഷം പാറനമ്പി അത് ഭരണം നടത്തുകയും അതിനുശേഷം പിന്നെ ടിപ്പു സുൽത്താൻ്റെ വരവ്, അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ, ഇങ്ങനെ സമ്പന്നമായ ഒരു ചരിത്രം, പോരാട്ടങ്ങൾ, ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഈ ഒരു സ്ഥലത്ത് കൃത്യമായൊരു അടയാളപ്പെടുത്തലുകൾ ഇല്ലാതെ പോയത് ഒരു ചരിത്രത്തിൽ വലിയൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാറിൻ്റെ ഒരു അഭിപ്രായം വന്നാൽ എങ്ങനെയൊക്കെയാണ്? നമ്മൾ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആ സ്വാതന്ത്ര്യം നമുക്ക് എങ്ങനെ കിട്ടി, അതിൻ്റെ വില എന്ത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഗൗരവതരമായ അവബോധം ഈ നാട്ടിലുണ്ടാക്കുന്നതിന് വേണ്ട പ്രവർത്തനം അതിനുശേഷം നമ്മുടെ ഭരണത്തിലേറ്റ ഗവൺമെൻറ്റുകളോ ഒന്നും ചെയ്തിട്ടില്ല. അത് 47 കഴിഞ്ഞ് ഏകദേശം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധിയെ വർഗീയ ഭ്രാന്തന്മാരും അവരിൽ നേതാക്കന്മാരായ ഗോഡ്സെയൊക്കെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. എന്നിട്ട് പോലും നമുക്ക് ആ സ്വാതന്ത്ര്യ സമരത്തിന് മഹത്തായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ട പ്രവർത്തനം നടത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് എന്താ? 1991 ശേഷം ഉള്ള ഒരു ആഗോളവൽക്കരണത്തിൻ്റെയും വർഗീയതയുടെയും ഒരു വിളയാട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ വർഗീയ ശക്തികൾ ഇന്ന് ഭരണാധികാരികളാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് എത്ര മഹത്തരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ബ്രിട്ടീഷുകാരെയും ജന്മിത്വത്തെയൊക്കെ ഇവിടുന്ന് പുറത്താക്കിയത്. അപ്പോൾ ഇന്ന് നമുക്ക് ആ അവബോധം വന്നു തുടങ്ങിയപ്പോൾ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഷാഹിദ് പറയുന്നത് വളരെ കറക്റ്റാണ്. നമ്മൾ താമസിച്ചിട്ടില്ല. അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓരോ പ്രദേശത്തും ആ പ്രദേശത്തിൻ്റെ കൂട്ടായ്മ, ആ പ്രദേശത്തെ മനുഷ്യരുടെ കൂട്ടായ്മ, നമ്മളെങ്ങനെയാണ് ഒരുമിച്ച് ജീവിച്ചത്, നമ്മളെങ്ങനെയാണ് നമ്മുടെ ഇടവിൽ വിടവുണ്ടാക്കാൻ വന്ന ആളുകളെ നേരിട്ടത്, നമ്മളെ യോജിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്. അത് ഭക്ഷണമാവാം, വസ്ത്രമാവാം, വീടുണ്ടാക്കലാവാം, സംഗീതമാവാം, കലാപ്രവർത്തനങ്ങളാവാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യോജിപ്പിക്കുന്നുണ്ടല്ലോ. ഓരോ നാട്ടിലും ആ കൂട്ടായ്മകൾ ഉണ്ടായി വരാം. ആ കൂട്ടായ്മകളെ ചേർക്കുന്ന ഒരു സിമൻ്റ് എന്താണ്? ആ സിമൻ്റ് ചരിത്രമാണ്. ആ സിമൻ്റ് ഇല്ലാത്ത ഒരു സ്ഥലമില്ല. അപ്പം മലപ്പുറത്തിന് ദീർഘമായ ചരിത്രം ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ അപ്പോൾ കോഡൂർ നമ്മൾ പോവുകയാണ്. കോഡൂരിൻ്റേതായ ഒരു ചരിത്രം പറയാനുണ്ട്. പെരിന്തൽമണ്ണയ്ക്കുണ്ട്, മഞ്ചേരിക്കുണ്ട്. മലപ്പുറം എന്ന് പറയുന്നത് പോലത്തെ എല്ലാ പ്രദേശത്തും ഉണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെ ഇതുണ്ടാവണം. മലപ്പുറത്തിന് പ്രാധാന്യം വരാൻ കാരണം എന്താണെന്നറിയാം. ഇപ്പം നമ്മൾ ചിലപ്പോൾ ആലോചിക്കാറില്ല, 69 ഈ ജില്ല നിലവിൽ വന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്താണ് അന്ന് വലിയ പ്രാധാന്യം ഇല്ലാത്ത മലപ്പുറത്തിനെ തന്നെ ഇതിൻ്റെ ആസ്ഥാനമാക്കിയത്? ഭയങ്കര തർക്കമായിരുന്നു. അന്നത്തെ ഒരു പത്രങ്ങൾ നോക്കിയാൽ മതി, മഞ്ചേരി ആയിരിക്കണം ആസ്ഥാനം എന്ന് പറയുന്നു, പെരിന്തൽമണ്ണക്കാർ അതാണെന്ന് പറയും. അങ്ങനെ ഊഹാപോഹങ്ങൾ കെട്ടിവിടുക.
അതിൻ്റെ കൂട്ടത്തിൽ ജില്ലയെ വേണ്ട, ജില്ലയെ പിന്നെ അപകടമാണെന്ന് പറഞ്ഞിട്ട് മറ്റൊരു സമരം. അപ്പോൾ ആ ഒരു ഘട്ടം വന്നപ്പോൾ നമ്മുടെ ഒരു കോളനി പാരമ്പര്യത്തിൻ്റെ തുടർച്ച എന്ന രീതിക്ക് അന്ന് അത്രയും വലിയൊരു പ്രസക്തി ഇല്ലാത്ത മലപ്പുറത്തിനെ ഇതിൻ്റെ ആസ്ഥാനമാക്കി മാറ്റുക ചെയ്തത്. അപ്പോൾ കോളനി പാരമ്പര്യം കാരണം മലപ്പുറം പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറി. പക്ഷെ അതൊരു പട്ടണമായിട്ടില്ല കേട്ടോ. ഇന്നും മലപ്പുറം മഞ്ചേരിയും പെരിന്തൽമണ്ണയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ, തിരൂരൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും വലിയൊരു പട്ടണമല്ല. പക്ഷെ മലപ്പുറത്തിൻ്റെ ഒരു ചരിത്രം മഹിമ എന്താണെന്ന് അറിയുമോ? നമ്മുടെ ഈ നാടിനെ സ്വതന്ത്രമാക്കാൻ വേണ്ടി മുന്നണി പോരാളികളായി ജീവൻ വെടിയാൻ വേണ്ടി തയ്യാറായിട്ടുള്ള രക്തസാക്ഷികളുടെ, ഷഹീദുകളുടെ നാടാണ്. അവർ അവസാനം ഈ മണ്ണിനോട് ചേർന്ന് പോയത് ഈ കോട്ടക്കുന്നിൽ വെച്ചാണ്, മലപ്പുറത്തിൻ്റെ ഹൃദയത്തിൽ വെച്ചാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും ഇത് നമ്മുടെ ഈ ജില്ലയുടെ ആസ്ഥാനമാവേണ്ടതാണ് എന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വില അറിയുന്ന ആളുകൾക്ക് ഇതായിരിക്കണം ഇതിൻ്റെ ആസ്ഥാനം എന്ന് നമുക്ക് ഇരുത്തി പറയാൻ തന്നെ പറ്റും. അപ്പോൾ അത്രയും ഒരു വലിയ പ്രാധാന്യം ഈ മലപ്പുറത്തിനുണ്ട്. ആ മലപ്പുറത്തിൻ്റെ ഓരോ സ്ഥലങ്ങൾക്കും കൂട്ടിച്ചേർക്കാവുന്ന ചരിത്രമുണ്ട്. ഇതിനെല്ലാം ചേർത്തുകൊണ്ട് നമ്മുടെ കുഞ്ഞു കുട്ടികൾ തൊട്ട് ഏറ്റവും വലിയ ആളുകൾ വരെ നമ്മുടെ വീടുകളിലെ ഇടങ്ങളിൽ പോലും ഇതിനെപ്പറ്റിയുള്ള ധാരണകൾ ഉണ്ടായി വരുന്ന രീതിയിൽ നമ്മളെല്ലാവരും കൂട്ടായിട്ട് പ്രവർത്തിക്കണം. കാരണം എന്താണെന്ന് അതിനെ ഒരു ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നാട്ടിലുണ്ടാവുന്നതുകൊണ്ടാണ് ഇതാണ് നമ്മുടെ പ്രതിരോധ കവചം, ചരിത്രം എന്ന് പറയുന്നത്. അതിനെ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ശേഷം വന്ന ആളുകളാണ്, ഭരണകർത്താക്കളാണ് ഇതിന് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിൽ നടന്ന സംഭവം. അപ്പോൾ അവിടെയൊക്കെ പോകുന്ന സമയത്ത് കൃത്യമായ സാറിൻ്റെ പുസ്തകത്തിൽ തന്നെ വാഗൺ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ പുസ്തകത്തിലൊക്കെ കൃത്യമായിട്ടത് അടയാളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകുന്ന ഒരാൾക്ക് അവിടുത്തെ കൃത്യമായ ആ സംഭവങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ അടുത്താണ് നമ്മുടെ കോഴിക്കോട് കടപ്പുറത്ത് കൃത്യമായിട്ടൊരു ഫ്രീഡം വാൾ എന്നുള്ള, ഫ്രീഡം സ്ക്വയർ എന്നുള്ള രൂപത്തിൽ അവിടെ കോഴിക്കോടിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭാവനകൾ, അതുപോലെ തന്നെ അവിടുത്തെ കുറ്റിച്ചെറിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരുപാട്, അവിടെ അപ്പോൾ ഒരു സന്ദർശനത്തിന് പോകുന്ന ഒരാൾക്ക് അവിടെയുള്ള ഒരു ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് ഒരു ഹ്രസ്വമായ രൂപത്തിലെങ്കിലും ഫലകങ്ങളിൽ കൊത്തിവെച്ചത് ഒരു വലിയ സംഭവമാണ്. എന്നതുപോലെ ഇപ്പോൾ തിരൂർ വാഗൺ കൂട്ടക്കുരുതിയിൽ വാഗൺ ട്രാജഡി സ്മാരക ഹാളൊക്കെ ഉണ്ട്. എന്നതുപോലെ കോട്ടക്കുന്നിൻ്റെ ഒരു കൃത്യമായ ഒരു അടയാളപ്പെടുത്തൽ ഇല്ലാതെ പോയത് അതൊരു കൃത്യമായിട്ട് വരേണ്ട ഒരു ആവശ്യം തന്നെയല്ലേ? അത് നമ്മൾ ആരാണോ ഭരണസമിതി ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ശക്തിപ്പെട്ടു വരുന്നു. നമ്മൾ ഇന്ന വിഭാഗക്കാർ ഇന്ന ഒരു ആളുടെ പേര് പറയാൻ പാടില്ല. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസമാണ് കേട്ടത്, അതായത് മുസ്ലിം ലീഗ് എന്തിന് പിന്നെ ഗോഡ്സെയുടെ, സവാർക്കറിൻ്റെ പേര് പറയുന്നു, നിങ്ങളത് പറയരുത് എന്ന് പറയുന്ന തരത്തിലൊക്കെ ആൾക്കാർ പറയുന്നു. അപ്പോൾ അതെന്താണ്? അത് നാട്ടിലെല്ലാവരും കൂടെ ചേർന്നതല്ലേ. നമുക്ക് ഭഗത് സിംഗും അതുപോലെ തന്നെ എത്രയോ ഇക്ബാലും എത്ര ആളുകളാണ് ഇതിനു വേണ്ടി ആത്മാഹുതി ചെയ്ത് ഈ രാജ്യം സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ട്. അത് ഇന്ന ആളുകൾ പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ധിക്കാരമല്ലേ? അത് നാടിൻ്റെ ഈ ചരിത്രത്തെ നിഷേധിക്കലല്ലേ? അന്ന് നമ്മൾ വീണ്ടും നമ്മൾ ഊന്നി പറയണം ഈ നാടിൻ്റെ ചരിത്രം. അത് കോഴിക്കോടാണെങ്കിലും ഇവിടെയാണെങ്കിലും സമ്പന്നമായ അങ്ങനത്തെ ഒരു ഐക്യത്തിൻ്റെ പൈതൃകമുണ്ട്. ഈ ഐക്യം ചില ആളുകൾക്ക് കണ്ണിലെ കരടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭരണസാരഥ്യമുള്ള ആൾക്കാർ, അധികാരമുള്ള ആൾക്കാർ ഇതൊരു പ്രധാന അജണ്ടയാക്കിക്കൊണ്ട് തന്നെ ഓരോ നാട്ടിലും ആ നാടിൻ്റെ ചരിത്രം ഓർമ്മിക്കപ്പെടുന്ന രീതിയിലുള്ള സ്മാരകങ്ങൾ, ഫ്രീഡം വാളുകൾ, അതുപോലെ തന്നെ ഫ്രീഡം സ്ക്വയറുകൾ, ഒരുമിച്ചിരിക്കുന്ന പബ്ലിക് സ്പേസുകൾ ഒക്കെ ഉണ്ടാക്കിയെടുക്കണം. എന്നാലേ ഇത് മനസ്സിലാക്കുള്ളൂ. നമ്മളെ പുതിയ തലമുറ നമുക്ക് നല്ല ആവേശം തരുന്നുണ്ട്. ഇപ്പം നാട്ടിൽ യുവാക്കളുടെ ഒരു മുന്നേറ്റം ഉണ്ടായി വരുന്നുണ്ട്. അവർ ഇത്തരത്തിലുള്ള ഈ കുൽസിത ശക്തികൾ ചോദ്യം ചെയ്തു വരുന്നുണ്ട്. ഞാൻ ശരിക്കും നല്ല സന്തോഷിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ രാജ്യം ഇരുട്ടിലേക്ക് പോവുകയാണോ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഇതാ നമുക്ക് ഇടിമിന്നൽ പോലെ യുവാക്കൾ രംഗത്ത് വരുന്നു. ഒരു കാലത്ത് യുവാക്കളെ ഭയങ്കര അധിക്ഷേപിക്കലാണ്. അവർ മുഴുവൻ മൊബൈലും കണ്ടിരിക്കുകയാണ്, ടി വിൻ്റെ മുമ്പിലാണ്, അവരെല്ലാവരും മയക്കുമരുന്നിന് അടിമകളാണ്, അവർക്കൊന്നിലും താല്പര്യമില്ല എന്ന രീതിയിൽ വരുന്നവർക്ക് ഒരു വെല്ലുവിളിയായിട്ടാണ് ഒരു സമയം വന്നപ്പോൾ അവർ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് പ്രതീക്ഷയുണ്ട് നമുക്ക് നാളത്തേക്ക്. ഈ ആൾക്കാർ ചരിത്രം നന്നായി പഠിക്കുക. ഇപ്പോൾ നമുക്ക് കോളേജുകളിലൊക്കെ കുട്ടികളുടെ കുറവ് വരുന്നുണ്ട് കോഴ്സുകൾ. പക്ഷേ നിങ്ങൾ ഹിസ്റ്ററിയുടെ ഒരു കോഴ്സിൽ ചെന്ന് നോക്ക്, ധാരാളം കുട്ടികൾ സയൻസിൽ നിന്നൊക്കെ കയറി വരികയാണ്. അതുകൊണ്ട് സാഹിത്യം, ഹിസ്റ്ററി, സോഷ്യോളജി, മാനവിക വിഷയങ്ങൾ, സോഷ്യൽ സയൻസ്, ഇതൊക്കെ ഈ ഒരു കൂട്ടായ്മ ബോധം ഉണ്ടാക്കുന്നവയാണ്. അത് നമുക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. ഇത് നാട്ടിലൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ കോട്ടക്കുന്ന് എന്ന് പറയുന്നിടത്ത്
ഇവിടെ എന്തെങ്കിലും കാര്യത്തിന് വരുന്ന ഈ നമ്മുടെ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ടെൻഷൻ അനുഭവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്ക് അവിടെ പോയിരിക്കാമെന്ന് പറഞ്ഞ കുടുംബങ്ങളും കൂട്ടായ്മകളൊക്കെ വരുന്നുണ്ട്. അവർ ഈ ചരിത്രം മനസ്സിലാക്കണം. അത് തെളിവുള്ള ചരിത്രമാണ്, ഇതാരെങ്കിലും വെറുതെ വായ്ത്താരി പറയുന്നതല്ലല്ലോ. അപ്പം ആ തെളിവും കൂടെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ആ ചരിത്രം പഠിപ്പിക്കാൻ നമുക്ക് പറ്റണം. അതിന് ബ്രിട്ടീഷുകാരുടെയൊക്കെ രേഖകളുണ്ട്. അത് ബ്രിട്ടീഷുകാർ അവരുടെ താല്പര്യത്തിന് വേണ്ടി തയ്യാറാക്കിയാണ്. പക്ഷെ അതിനെ നമുക്ക് നന്നായിട്ട് ഇതിന് ഉപയോഗപ്പെടുത്താൻ പറ്റും. കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ എഴുതാനും രേഖകൾ സൂക്ഷിച്ചു വെക്കാനും നമുക്ക് സമയമില്ലായിരുന്നു. സംഘർഷത്തിനിടയ്ക്ക് പലതും നശിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അവശേഷിക്കുന്ന തെളിവുകൾ വരാൻ പോകുന്ന തലമുറയ്ക്ക് കൃത്യമായിട്ട് കരഗതമാവുന്ന രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ ഓരോ നാട്ടിലുണ്ടാവണം. അതാണ് ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുക. നമ്മളിപ്പോൾ ഒരു ആയുധം കൊണ്ട് നേടാവുന്നതല്ല ഇത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനം കൊണ്ട് നേടാവുന്ന നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ലൈബ്രറികൾ, വായനകൾ, കൂട്ടായ്മകൾ, ചർച്ചകൾ, സെമിനാറുകൾ, അതേപോലെ തന്നെ സംഗീത സാംസ്കാരിക പരിപാടികൾ, ഇതിലൂടെയാണ് മനുഷ്യൻ്റെ മനസ്സിനെ കോർത്തിണക്കാൻ പറ്റുക. അതായിരിക്കണം നമ്മുടെ ഒരു പ്രവർത്തന രീതി. അപ്പോൾ നമുക്ക് ഒരു നഗരത്തിൽ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ ഒരു എന്താ പറയുക അടിത്തറ ഭദ്രാക്കാൻ പറ്റും. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതിന് പിന്നെ ആർക്കും ഇളക്കാൻ പറ്റില്ല. ആ രീതിയിൽ നമുക്ക് പ്രവർത്തിച്ചാൽ നമുക്ക് സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് കോട്ടക്കുന്നിൻ്റെ നമ്മൾ മാത്രം എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. കാരണം എത്ര പേരാണ് ഈ കോട്ടക്കുന്നിലെ ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാരും അതിനു മുമ്പുണ്ടായിരുന്ന ജന്മിമാരും കൊന്നിട്ടുണ്ടാവുക. നിങ്ങൾക്കറിയാം, കഴുമരം എന്നൊക്കെ പറയുന്ന രീതികൾ നമ്മൾ മറ്റു പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന്. അത് ഈ ബ്രിട്ടീഷുകാർ ചെയ്തൊരു രീതി എന്താണെന്നറിയോ? നാട്ടിലുണ്ടായിരുന്ന ഒരു രീതി അവർ അതേപോലെ അങ്ങോട്ട് തുടരുക ചെയ്തത്, അതിന് പുതിയ രീതിയിൽ. അപ്പോൾ മുമ്പുണ്ടായിരുന്നതിന് തെളിവുകളില്ല. പേപ്പറുകളോ നമുക്ക് പനയോലയിലാണൊക്കെ എഴുതിയിരുന്നത്, അതും പ്രധാനപ്പെട്ട വിവരങ്ങൾ എഴുതുന്നുണ്ടാവുള്ളൂ, ബാക്കിയുള്ളതൊന്നും അവർ എഴുതാറില്ല. അപ്പോൾ പരസ്യമായിട്ട് ആളുകളെ ജന്മിത്വത്തിനെ വെല്ലുവിളിക്കുന്നവരെ, അല്ലെങ്കിൽ അവരുടെ അന്നത്തെ നാട്ടിലുള്ള കുടിയായ്മയിൽ മേലാളന്മാരെ ധിക്കരിക്കുന്നവരെ ഒക്കെ ഇങ്ങനെ പരസ്യമായിട്ട് കൊണ്ടുവന്ന് തൂക്കി കൊല്ലുന്ന ഒരു സ്ഥലങ്ങൾ എല്ലായിടത്തും ഉണ്ടാവണം. ഇപ്പോൾ നിങ്ങൾ കച്ചേരി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ പരസ്യമായിട്ടുള്ള ഈ നമ്മളെ ഗാപ്പ് പഞ്ചായത്തുകൾ വടക്കേന്ത്യയിൽ ഉണ്ടായിരുന്ന പോലെ ഒരു ജന്മി ഇരിക്കുന്നു, ഒരു കാര്യം പറയുന്നു, ജന്മിക്ക് താല്പര്യം എന്തോ അതങ്ങ് വിധിക്കുന്നു, അത് നടപ്പിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? ഇത് ജനങ്ങളിൽ ഭയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പരസ്യമായിട്ട് തൂക്കി കൊല്ലുക, കേജിൽ മൃഗങ്ങൾക്ക് ഇട്ട് കൊടുക്കുക, ഇത് ജനങ്ങളെ മുഴുവൻ കാണിക്കുക. എന്നിട്ട് ഈ ഭയം കൊണ്ടാണ് പണ്ട് കാലത്ത് അവരുടെ മേധാവിത്വം നിലനിർത്തിയിരുന്നത്. അപ്പോൾ അതിന് സമാനമായ രീതിയിൽ ബ്രിട്ടീഷുകാർ മലബാറിൻ്റെ അധികാരം ഏറ്റെടുത്തപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പ്രദേശത്തും അങ്ങനെ ഉണ്ടായിരുന്ന ആ ഒഴിഞ്ഞ പറമ്പിനെ ഇത്തരത്തിലുള്ള വധങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും. ബ്രിട്ടീഷുകാർ അതിൻ്റെ തുടർച്ചെന്ന രീതിക്കാണ് അവരെ ചോദ്യം ചെയ്ത ആളുകളെ, അവരുടെ ഈ കിരാതവാഴ്ചയ്ക്ക് പ്രതിരോധം നിർത്ത ആളുകളെ അവിടെ കൊണ്ടുപോയി കൊല്ലുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. അത് നമുക്ക് 21-ൽ വാര്യംകുന്നത്തിൻ്റെയും അതേപോലെ തന്നെ കൊന്നോല കുടുംബത്തിലെയൊക്കെ ആളുകളുടെ തെളിവുകൾ വന്നപ്പോൾ അത് ശരിയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവ്യമായ സ്ഥലമാണ് നമ്മളിപ്പോൾ പാർക്കാക്കിയിരിക്കുന്നത്. അത് അനുയോജ്യം തന്നെയാണ്. അപ്പോൾ ആ പാർക്കിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു തെളിവും കൂടി ഉണ്ടായിരിക്കണം. എന്നാൽ അവർ മടങ്ങി പോകുമ്പോൾ ഈ നാടിൻ്റെ മഹത്തായ പൈതൃകത്തിൻ്റെ സന്തോഷം കൂടിയും കൊണ്ടാണ് അവർ തിരിച്ചു പോവുക. ഇപ്പോൾ ഈ കോട്ടക്കുന്നിൻ്റെ ചരിത്രം പറയുന്ന സമയത്ത് കോട്ടയോട് കൂടിയ കുന്ന് എന്ന അർത്ഥത്തിലാണ് ഇതിനെ പറയുന്നത്. ഇപ്പോൾ 905 സെറ്റിൽമെൻറ്റ് രജിസ്റ്ററിലൊക്കെ കോട്ടക്കുന്നിനെ പറയുന്നത് കോട്ടക്കുന്ന് മടമൈതാനി കോട്ടച്ചിരിച്ച് പറമ്പ് എന്നൊക്കെ കാണുന്നുണ്ട്. ഈ കോട്ടക്കുന്ന് ശരിക്കും ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പാറനമ്പി ആയിരുന്നു. പാറനമ്പിയുടെ സൈനിക ആസ്ഥാനമായിട്ട് ഒരുപാട് കാലം അദ്ദേഹത്തിൻ്റെ പരിശീലന കേന്ദ്രക്കമായിട്ട് ഒരുപാട് കാലം അദ്ദേഹം അത് ഉപയോഗപ്പെടുത്തിയിരുന്നു. പിന്നീട് അത് ടിപ്പു സുൽത്താൻ്റെ വരവോടുകൂടി ടിപ്പു സുൽത്താൻ ഇവിടെ അദ്ദേഹത്തിൻ്റെ ബീരങ്കികളും അതുപോലെ തന്നെ വെടിമരുന്നുകളൊക്കെ കൊണ്ടുവരാനുള്ള ഒരു കൃത്യമായ റോഡുകളൊക്കെ ഉണ്ടാക്കി നിർമ്മിച്ചുകൊണ്ട് കോട്ടക്കുന്നിനെ കൃത്യമായിട്ട് ഒരു ഉപയോഗപ്രദമായ രൂപത്തിൽ കോട്ടക്കുന്നാക്കി മാറ്റി എന്നൊക്കെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. അതിനുശേഷം പിന്നെ അത് CA ഇന്നസൊക്കെ അദ്ദേഹത്തിൻ്റെ ഇതിലെ പുസ്തകത്തിൽ ഗസറ്റിയറിൽ കൃത്യമായി രേഖപ്പെടുത്തുന്ന ടിപ്പുവിന് ഇവിടെ ഒരു കോട്ടയുണ്ടായിരുന്നു, അതുപോലെ തന്നെ കോട്ടയിൽ നിന്ന് കോട്ടപ്പടിയിലേക്കൊരു ഗുഹ ഉണ്ടായിരുന്നു ഒക്കെ ഇന്നീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അത് അത്തംകുരുക്കൾക്ക് കൈമാറുകയും അത്തംകുരുക്കൾ പിന്നെ കൂടുതൽ വിപുലപ്പെടുത്തുന്ന സംഭവങ്ങൾ ചരിത്രകാരനായിരുന്ന അലിക്കുത്ത് മുഹമ്മദ് അലി മുസ്ലിയാരുടെ പൗത്രന് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷമാണ് ബ്രിട്ടീഷുകാർ പിന്നെ കോട്ട പൊളിച്ചൊരു ഫയറിംഗ് റേഞ്ചാക്കി
മാറ്റിയതൊക്കെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് സാറ് വിശദീകരിച്ച്. നമ്മളിപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ ഒരു ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനം വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു ഭാഗം മാത്രം പറയുന്നതിന് പകരം ആളുകൾക്കിത് ശാസ്ത്രീയമായി മനസ്സിലാവുന്ന രീതിയിൽ കോട്ടക്കുന്ന് എന്ന് പറയുന്ന ഈ ഭൂമിയിൽ മനുഷ്യർ വന്നു തുടങ്ങിയതിൻ്റെ ഒരു ചരിത്രം തൊട്ട് അത് ക്രമാനുഗതമായി പറയുകയും അതിൻ്റെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യ സമരത്തിലെ നമ്മളെയൊക്കെ കരളലിയിപ്പിക്കുന്ന കണ്ണീരണിയിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സാധനങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പം നമ്മൾ അപ്പം നമുക്ക് ഇത് പഠിക്കാനുള്ള തെളിവെന്താ? ആ തെളിവെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരുടെ രേഖകളാണ്. അത് മറ്റ് രേഖകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് തൃക്കളയൂർ ഇതിന് തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ഒരു ശിലാലിഖിതം കിട്ടിയിട്ടുണ്ട്. ആ ശിലാലിഖിതത്തിൽ ഈ പ്രദേശം വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, പ്രത്യേകിച്ച് 9-ാം നൂറ്റാണ്ടിൽ ഈ കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി ഭരിച്ചിരുന്ന പെരുമ്പടപ്പ് സ്വരൂപം കുലശേഖര പെരുമാക്കന്മാർ, ആ ചേര രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു എന്ന് അതിൽ പറയുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സാമന്തന്മാരെ ഭരിക്കുന്നെങ്കിലും ഇവർ കൃത്യമായിട്ട് കപ്പ അവിടെ എത്തിക്കുന്നുണ്ട്. അപ്പം ഇവർ പറയുന്നത് ഇന്ന ആളുടെ ഗോദരവി രാജാവിൻ്റെ ഇന്ന വർഷത്തിലാണ് ഇത് തീരുമാനം ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇത്രയും ഭൂമി ആ ക്ഷേത്രത്തിൻ്റെ പരിപാലനത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ശിലാലിഖിതങ്ങൾ നമുക്ക് കിട്ടുക. അതൊരു തെളിവാണ്. കുലശേഖര രാജവംശത്തിന്റെ കീഴിലായിരുന്നു മലപ്പുറം. മലപ്പുറം മാത്രമല്ല, കാസർഗോഡ് വരെ നമ്മൾ മലയാളം എന്ന് പറയുന്ന പ്രദേശം മുഴുവൻ അവർ അതിൻ്റെ ഒരു സാംസ്കാരിക അധിപനായിട്ട് തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവരെ കേരള ചക്രവർത്തി എന്ന് വിളിക്കാൻ കാരണം. ചക്രവർത്തി എന്ന് പറയാൻ പറ്റില്ല, ഒരു പെരുമാൾ എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു നാടുവഴി എന്ന രീതി. പക്ഷെ വിപുലമായ അധികാരമുണ്ട് അദ്ദേഹത്തിന്. പക്ഷെ ഭരിക്കുന്നതൊക്കെ ആരാണ്? ഈ അദ്ദേഹം ചുമതലപ്പെടുത്തിയിട്ടുള്ള അധികാരപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ സാമൂതിരിയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഒടിഞ്ഞ ശംഖും വാളും കൊടുത്തിട്ട് നിങ്ങളവിടെ വെട്ടിയും മരിച്ചും തോൽപ്പിച്ചും ജീവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞിട്ടാണ് മാണിക്യനും വിക്രനും അധികാരം. അപ്പോൾ അയാൾ അധികാരം കിട്ടിയാൽ മാത്രമേ അതൊരു അധികാരം ആവൂ എന്ന് പറയുന്ന ഒരു വിശ്വാസം പിന്നെ ഒരു സ്വതന്ത്ര രാജാക്കന്മാരായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചേര രാജാക്കന്മാരുടെ തെളിവുകളുണ്ട്. അതും പോരാ, നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് കോളനി വാഴ്ചയെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ലാൻഡ് സർവേ, ക്ലൈമറ്റ്, ജനങ്ങളുടെ എണ്ണം, സെൻസസ്, ഇങ്ങനെ വിപുലമായ സെറ്റിൽമെൻറ്റ് രജിസ്റ്ററുകളും രേഖകളും അവരുണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല അവരെ ആൾക്കാർ വന്ന് പിന്നെ നല്ല അക്കാദമികമായിട്ട് പഠിച്ച ആൾക്കാർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഫ്രാൻസിസ് ബുക്കാനെ പോലെയുള്ള ആൾക്കാർ, ഗ്രെയിംസിനെ പോലുള്ള ഭരണാധികാരികൾ, ഇവരൊക്കെ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ നമുക്ക് പുരാരേഖാലയത്തിൽ കിട്ടും. അതെല്ലാം നോക്കി നല്ല തെളിവുകളുടെ പിൻബലത്തോടു കൂടി ഇതിൻ്റെ ആ അടിത്തട്ടിൽ നിന്ന് നമുക്ക് എഴുതി വരാം. അപ്പോൾ ഒരു പുതിയ ആൾക്ക് ഇത് പഠിക്കുമ്പോൾ കൃത്യമായിട്ടും ഇതിൻ്റെ ഒരു അവൈലബിൾ ആയിട്ടുള്ള തെളിവുകൾ വെച്ചിട്ട് നമുക്കിത് എഴുതാൻ പറ്റും. ഇത് എഴുതി കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് അടുത്തപ്പോൾ ഷാഹിദിനും എനിക്ക് ശേഷം ഇനിയും പുതിയ ആൾക്കാർ വരും, അവർ പുതിയ തെളിവുകൾ കണ്ടെത്തും. അപ്പോൾ അവർ ഒന്നും കൂടി ഇതിനെ വ്യാഖ്യാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് ഈ പ്രദേശത്തിൻ്റെ ചരിത്രം തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്ന കിട്ടുന്ന തെളിവ് വെച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പഴയ കാലത്തെ മനുഷ്യരുടെ സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പം എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത് ഈ സ്ഥലപ്പേരുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഏകദേശം ആ സ്ഥലത്തിന് നമ്മളൊരു മനുഷ്യൻ ചെന്ന് ആ സ്ഥലത്ത് നിൽക്കുമ്പോഴാണല്ലോ അതിനൊരു പേരുണ്ടാവുന്നത്. മനുഷ്യനാണല്ലോ അതിന് പേരിടുന്നത്. അത് അയാൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത തലമുറ അത് ചിലപ്പോൾ മാറ്റത്തോടു കൂടി അങ്ങനെ മാറ്റി കൊണ്ടുവരും. ചിലപ്പോൾ ഒരു പുതിയ പേരായി മാറും. അപ്പോൾ പല പേരുകളിൽ നിന്ന് നമുക്ക് ആ ഭൂമിയിൽ മനുഷ്യർ താമസിച്ചതിൻ്റെ തെളിവുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ കോട്ടക്കുന്നിൻ്റെ ഏറ്റവും കിഴക്കേ ചെരുവിൽ നമുക്ക് ഒരു 2-3 പറമ്പുകളുണ്ട്. ആ പറമ്പുകളുടെ പേര് നടുക്കൽ പറമ്പ് എന്നാണ്, അല്ല നാട്ടുകൽ പറമ്പ് എന്നാണ്. നാട്ടുകൽ പറമ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരൊറ്റ കല്ല് ഇങ്ങനെ നാട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ പറമ്പിൽ ആ കല്ലുകൾ ഉണ്ടായിരുന്നു. ആ കല്ലുകൾ ഉണ്ടായിരുന്ന ആ പറമ്പിനെയാണ് ആരോ കൈവശപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അതിന് ആ പേര് വന്നത്. അതെ. അപ്പോൾ അത് വലിയൊരു ഭൂമിയായിരിക്കും. അതേപോലെ നിങ്ങൾ ചിലപ്പോൾ മുനിയറപ്പറമ്പ് കാണാം, കൊടക്കൽ പറമ്പുകൾ കാണാം. അപ്പോൾ അതൊക്കെ എന്താ കാണിക്കുന്നത്? ആ പ്രദേശം ഇപ്പം അത് കാണില്ല. അപ്പോൾ അതിലത് ഉണ്ടായിരുന്നു എന്നാണ്. ഈ പേരുകൾ പറയുന്ന പ്രധാനപ്പെട്ട രേഖയാണ് നേരത്തെ ഷാഹിദ് പറഞ്ഞിട്ടുള്ള 905 പ്രസിദ്ധീകരിച്ച കേരളത്തിൻ്റെ മലബാറിൻ്റെ ഒക്കെ ഏറ്റവും മൈക്രോ ലെവലിലേക്ക് വരുന്ന ഭൂമിയുടെ മാപ്പ് എന്ന് പറയുന്നത്. അതാണ് ഇന്ന് നമ്മൾ സർവേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ രേഖ നമുക്ക് പുരാതനമായ രേഖയാണ്. ബ്രിട്ടീഷുകാർ അവരുടെ ഭരണത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിൽ ബ്രിട്ടീഷുകാരുടെ ഒരു ചാലിപ്പുണ്ടെങ്കിൽ പോലും അത് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അത് ഉപയോഗിച്ചിട്ട് വേണം നമ്മളിതിനെ പ്രധാനമായിട്ടും പഠിക്കാൻ. പിന്നെ നമ്മൾ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ രേഖകളുണ്ട്, പഴയകാലത്ത് ശിലാലിഖിതങ്ങളുണ്ട്. ഇത് പഠിച്ചതിന് ശേഷം നമ്മൾ അവിടേക്ക് പോകണം, ആ സ്ഥലത്തേക്ക്. എന്നിട്ട് നമ്മളൊരു പരിശോധന നടത്തണം, ഇത് പറയുന്നത് ശരിയാണോ എന്നുള്ളത്. കാരണം അവർക്കും ചിലപ്പോൾ നമ്മളെ വഴി തെറ്റിക്കാം, തെറ്റുകൾ പറ്റാം,
പ്രിൻ്റ് രേഖയല്ലേ, അപ്പോൾ പോയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പ്രദേശത്ത് പുരാതന കാലഘട്ടത്തിലെ മനുഷ്യരുടെ സാന്നിധ്യം നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. കാരണം ഇത്തരത്തിലുള്ള ഉയർന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് അവർ സുരക്ഷിതമായിട്ട് ഈ ശിലായുഗത്തിലെ മനുഷ്യർ വന്നിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഇരുമ്പിൻ്റെ ഉപയോഗം പറ്റി. നമ്മൾ ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കടലുണ്ടിപ്പുഴ ചുറ്റി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായൊരു സ്ഥലമല്ലേ. അത് ചരിത്രത്തിൽ പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രാദേശിക ചരിത്ര അന്വേഷണത്തിന് പോയ സമയത്ത് പാറനമ്പിയുടെ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു, ഈ ഒരു പ്രദേശം ഇത് സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് ഈ കുന്നാണ്. ഈ കുന്നിൽ നിന്ന് ഇവിടുന്ന് വെറുതെ നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറത്തിൻ്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിലേക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തങ്ങളുടെ രാജ്യാതിർത്തിയിലേക്ക്, തങ്ങളുടെ അധീനതയിലുള്ള അതിർത്തിയിലേക്ക് ആരെങ്കിലും തങ്ങളെ ആക്രമിക്കാനോ മറ്റോ വരുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി കാണാനുള്ളൊരു കൃത്യമായൊരു കഴിവ് ഈ ഒരു സ്ഥലത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതൊരു കൃത്യമായിട്ട് അവരത് അങ്ങനെ ഏറ്റെടുക്കാൻ തന്നെയുള്ള കാരണം പ്രകൃതിദത്തമായ കോട്ടയാണ്. അപ്പോൾ നമുക്ക് കോട്ട എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഇന്ന് കാണുന്ന പോലെ കല്ലിലും കരിങ്കല്ലിലും കെട്ടിയ ചുറ്റുമതിലും കവാടങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ള ധാരണ വേണ്ട. ഒരു പ്രകൃതിപരമായി സുരക്ഷിതമായ ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ കോട്ട പോലെ ഉണ്ടെങ്കിൽ അതിന് ഉയർന്ന ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള സ്ഥലമുണ്ട്, അവിടെ നിന്ന് നോക്കിക്കാണാനും പറ്റുന്നതാണെങ്കിൽ അത് ഒരു സുരക്ഷിത കേന്ദ്രമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് പ്രാകൃതമായിട്ടുള്ള മധ്യകാലഘട്ടത്തിലൊക്കെ നാടുവാഴിയുടെ ഒരു രൂപമാണ്. അപ്പോൾ അതിൻ്റെ ഒരു തെളിവുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള എൻട്രൻസ് നമ്മൾ കോട്ടപ്പടി എന്ന് വിളിക്കുന്നു. ഓക്കെ, അതിൻ്റെ ഏറ്റവും കിഴക്ക് വരുമ്പോഴേക്കും നമുക്കൊരു 3-ാം പടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം 2-ാം പടിയുണ്ട്, 1-ാം പടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും വശത്തായിരിക്കും അതുണ്ടാവുക. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ തെളിവുകൾ ഇപ്പം തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടുന്ന ജീവിക്കുന്ന തെളിവുകൾ വെച്ചിട്ട് നമുക്ക് പഴമയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞ CA ഇന്നസ് റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞല്ലോ, ഇവിടുന്ന് കോട്ടക്കുന്നിൻ്റെ മുകളിൽ നിന്ന് ഒരു ഇറങ്ങിക്കഴിഞ്ഞാൽ കോട്ടപ്പടിയിലെത്താവുന്ന രൂപത്തിലുള്ള ഒരു ഗുഹ ഉണ്ടായിരുന്നു ഗസറ്റിയറിൽ ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. അത് ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയതായിരിക്കും. അത് ചിലപ്പോൾ ഉള്ളത് തന്നെ ആവണം. പഴമക്കാർ പറഞ്ഞ വിവരങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വാലിഡേറ്റ് ചെയ്യണം. നമ്മൾ നേരെ ട്രയാംഗുലൈസേഷൻ പറഞ്ഞില്ലേ, നമ്മളും കൂടെ അതിൻ്റെ ഒരു സൈറ്റൊക്കെ നോക്കിയിട്ടേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. കാരണം നല്ല ഉറപ്പുള്ള പാറയാണ് ഇത് തുറന്ന് ഉണ്ടാക്കിയ. സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അത് ചിലപ്പോൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്കത് ഒന്നും കൂടി വാലിഡേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ പുഴ ആണ് ഇതിൻ്റെ ഒരു നിർമ്മാതാവ്. കാരണം ഈ പുഴ എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിലെ ഞരമ്പ് പോലെയാണ്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ റോഡ് ട്രാഫിക് ഇല്ല, തലച്ചുമടായിട്ടും നടന്നുമാണ് ആൾക്കാർ പോകുന്നത്. നടക്കാൻ അപ്പോൾ ദൂരമൊന്നും വേണ്ടല്ലോ, ഒരു ചെറിയ 3 അടി വഴി പോരെ. അപ്പോൾ ആ വഴികളുണ്ടാവുക, നടവഴികളുണ്ടാവുക. അപ്പോൾ ആ നടവഴികളുണ്ടായിരുന്ന കാലഘട്ടത്തിൽ സാധനങ്ങൾ ഏറ്റവും വേഗത്തിലും എളുപ്പത്തിലും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനം പുഴയാണ്, ജലഗതാഗതം. അതെ. അപ്പോൾ ഈ നാടിനെ ലോകവുമായി ബന്ധിപ്പിച്ചിരുന്ന ഞരമ്പ് എന്താ? കടലുണ്ടിപ്പുഴയാണ്. ആ കടലുണ്ടിപ്പുഴ വളരെ ഭംഗിയായിട്ട് ഇതിനെ സുരക്ഷിതമായിട്ട് ചുറ്റുമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ കടലുണ്ടിപ്പുഴയുടെ തീരത്തിലൂടെ നടക്കുക, എന്നിട്ട് ഓരോ കടവിൻ്റെയും സ്ഥലത്തിൻ്റെയും അവിടുത്തെ ഭൂമിയുടെയും പേരുകൾ അടയാളപ്പെടുത്തുക. മനുഷ്യൻ പുരാതന കാലഘട്ടത്തിൽ ഈ പ്രദേശവുമായി ആ പുഴ വഴി എങ്ങനെയാണ് ബന്ധിപ്പിച്ചിരുന്നത് എന്നതിൻ്റെ തെളിവുകൾ നമുക്കവിടെ കാണാൻ പറ്റും. നിങ്ങളത് കൂടെ നടന്നാൽ മതി. കരുവാര് പറമ്പുണ്ട്, പ്രാന്തം പറമ്പുണ്ട്, കടവുകൾ കാണാൻ പറ്റും. ദൂരദേശങ്ങളിൽ നിന്ന് ആശാരിമാരും മറ്റുമൊക്കെ വന്ന് താമസിക്കും. നെയ്ത്തിൻ്റെത് കാണാൻ പറ്റും. ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഈ 905 നേരത്തെ സൂചിപ്പിച്ചില്ലേ, അതിൽ നമുക്ക് ഈ 905 ഈ കീഴ്മുറി, ഇതിനെ കീഴ്മുറി ദേശം എന്നാണ് വിളിച്ചിരുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ ഏറ്റവും മേൽമുറിയാണല്ലോ, ഇത് മേലെയാണല്ലോ, പക്ഷെ മേലെയുള്ളതിനാണ് കീഴ്മുറി എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതിന് കീഴ്മുറി. അതെന്താ വെച്ച് കഴിഞ്ഞാൽ 1822 ഗ്രെയിംസ് എന്ന് പറയുന്ന ഒരാൾ മലബാറിനെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. അദ്ദേഹം ഇവിടുത്തെ കളക്ടർ കൂടിയായിരുന്നു. ആ ഗ്രെയിംസ് ആണ് 4000-ഓളം വരുന്ന അംശങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഇതിനെല്ലാം ദേശങ്ങളായിട്ട് വിഭജിച്ചു. അങ്ങനെ 429 ദേശങ്ങൾ ബ്രിട്ടീഷ് മലബാറിലുണ്ടായിരുന്നു. അതിലെ ഒരു ദേശമാണ് ഈ കീഴ്മുറി ദേശം. അപ്പോൾ നമ്മൾ ഇന്ന് കേൾക്കുന്നത് പണ്ടുണ്ടാണെന്നുള്ള ധാരണ നമുക്ക് പാടില്ല. ബ്രിട്ടീഷുകാർ ഇതിനൊക്കെ പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട് കാലക്രമേണ. അങ്ങനെയാണ് കീഴ്മുറി ദേശം ഉണ്ടാകുന്നത്. ഈ ദേശത്ത് ഇവിടെ ഭരണം നടത്താൻ വേണ്ടി ഒരു കച്ചേരിയും കൂടി ഉണ്ടാക്കി. അത് പഴയ സംവിധാനമാണ്. നാടുവാഴികളുടെ അതേ സാധനം ഉപയോഗിച്ചിട്ട് ഒരു കീഴ്മുറി കച്ചേരി ഉണ്ടാക്കി. ആ കീഴ്മുറി കച്ചേരി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഭരിക്കുന്നത്. അത് തുക്കിടി സാഹിബിൻ്റെ കച്ചേരിയായി മാറി, തുക്കിടി കച്ചേരിയായി മാറി. അതുകൊണ്ട് ദൂരദേശങ്ങളിലെ ആൾക്കാരൊക്കെ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി കോടതി എന്ന രീതിക്കുള്ള ഇത് ഈ ദേശത്തിൻ്റെ അധികാരിൻ്റെ അടുത്തേക്ക്
ഈ അസിസ്റ്റൻറ്റ് കളക്ടർ പോലെയാണ് അദ്ദേഹമാണ് വിളിക്കുക. അദ്ദേഹം ഈ പൂക്കോട്ടൂരിൽ 21 വലിയ ഒരു പിന്നെ യുദ്ധം കഴിഞ്ഞ് 926 കഴിപ്പിക്കും അവിടെ നിന്ന് ബ്രിട്ടീഷുകാരുടെ രേഖകളിൽ കണ്ടതാണ്. ഒരു മാപ്പിളയെ പിടികൂടി. എന്താ പിടികൂടാൻ കാരണം? മടിയിൽ വെടിമരുന്ന് അദ്ദേഹം മടിക്കുത്തിൽ നമ്മുടെ നാട്ടിലത്തെ രീതിയാണ് പാക്കറ്റിന് പകരം വെച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ വീണ്ടും കലാപം ഉണ്ടാക്കാനുള്ള പഴമാണെന്ന് പറഞ്ഞിട്ടാണ് അയാൾ പിടികൂടിയത്. എന്നിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവിടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെയും സമ്പന്നരായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ ഈ തുക്കിടി കച്ചേരിയിലേക്ക് വിളിച്ചു വരുത്തി. ഒരു നോട്ടീസ് അടിച്ചിട്ട് എല്ലാ വീടുകളുടെയും ചുമരിൽ പതിച്ചു. എന്താണിത്? ഇനി കലാപത്തിന് ശ്രമിച്ചാൽ അവസാന കാലത്തെ പോരാട്ടത്തിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് തയ്യാറാവും എന്ന് പറഞ്ഞാൽ 26 വന്നൊരു സാധനമാണ്. മലയാളത്തിൽ ഒരു ഇംഗ്ലീഷ് ഒരു വലിയ നോട്ടീസ്. ആ നോട്ടീസ് ഒറിജിനലായിട്ട് നമ്മുടെ പുരാരേഖത്തിലുണ്ട്. അപ്പോൾ അതൊക്കെ ഈ തുക്കിടി കച്ചേരിയിലാണ് നടന്നത്. അതായത് ഇന്നത്തെ കളക്ടറേറ്റിൻ്റെ അവിടെയായിരുന്നു ആ തുക്കിടി കച്ചേരി എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഈ പുഴ വഴി വന്നതിൻ്റെ തെളിവുകളൊക്കെ, അപ്പോൾ നമുക്ക് പുരാതന കാലത്തെ ഒരു ചരിത്രം നമുക്കിതിൽ എഴുതാൻ പറ്റും. ഇപ്പോൾ സാറ് പറഞ്ഞപ്പോൾ ജലപാതയിൽ മലപ്പുറത്തെ മിനിക്കുത്ത് കടവ് ആചേരി പള്ളിയിലുണ്ട്. അവിടുന്ന് ആ മിനിക്കുത്ത് കടവിൽ മലപ്പുറത്ത് ആദ്യ പട്ടണമായിട്ട് പറയപ്പെടുന്ന വല്യങ്ങാടിയായിരുന്നു. ആ വല്യങ്ങാടിക്ക് മിനിക്കുത്ത് കടവിൽ ഈ ചെറുതോണി ഇവിടെ വലിയ പാത അല്ലാത്ത ഈ മിനിക്കുത്ത് എന്ന് പറയാൻ മിനിക്കുത്ത് അവിടെ അങ്ങനെയാണ് പേര്, അങ്ങനെയാണ് വന്നത്. എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവിടെ ഇറക്കിയിട്ട് പിന്നെ തലചുമടായിട്ട് വലിയങ്ങാടിയിൽ പടിഞ്ഞാറ് തല, നടുവിലങ്ങാടി, കിഴക്കേ തല, അങ്ങനെ ഈ 3 പ്രദേശത്തേക്കും അവർ കൊണ്ടുപോയ സംഭവങ്ങളൊക്കെ പഴമക്കാർ പറഞ്ഞത്. കാരണം എന്താ പറയുക, ഈ കടലുണ്ടി വഴിയാണ്. കടലുണ്ടി എന്ന് പറയുന്നതിനാണ് തൊണ്ടി എന്ന രീതിയിൽ സൂചിപ്പിക്കുന്നതെന്നാണ് ഇത് പണ്ട് കാലത്തുള്ള നമ്മുടെ ഫ്രാൻസിസ് ബുക്കാനം പോലും പറയുന്നത്. അപ്പം തുണ്ടി ഇപ്പോഴും ഉറപ്പിച്ചിട്ടില്ല കേട്ടോ. തൊണ്ടി തുറമുഖം റോമക്കാർ വന്ന കച്ചവട കാലത്തുള്ളേ. അപ്പം അതുകൊണ്ട് ഈ കടലുണ്ടി പുഴയിലൂടെ സാധനങ്ങൾ വന്ന് ഏകദേശം നമുക്ക് കുറച്ച് ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റും. പിന്നെ ചെറിയ തുണിയിലേ പോകാൻ പറ്റുള്ളൂ. കാരണം പിന്നെ പാറക്കെട്ട, ആനക്കയൊക്കെ അങ്ങോട്ട് പോകുമ്പോഴേക്കും പാറക്കെട്ട കൊണ്ട് വലിയ തോണികൾ പോകില്ല, ചെറുത് പോകുന്നുണ്ടാവും. നമ്മൾ പണ്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, നമ്മളിപ്പോൾ വീട് വെക്കുമ്പോൾ നമ്മൾ എവിടേക്കാണ് അഭിമുഖം വയ്ക്കുക? റോട്ടിക്കാണ് വയ്ക്കുക അല്ലേ? പണ്ട് കാലത്ത് പുഴയ്ക്കാണ് വയ്ക്കുക. പുഴയ്ക്കായിരിക്കും താമസിക്കുന്ന ആൾക്കാരൊക്കെ. കാരണം പുഴയാണ് നാഷണൽ ഹൈവേ, ബാക്കിയൊക്കെ നടവഴികളല്ലേ. അതുകൊണ്ട് പുഴയാണ് ഈ പ്രദേശത്തിൻ്റെ ഒരു ജനവാസം കൂടാനും ഇവിടെ ഇത് ഒരു എൻഗേജ്മെൻ്റ് ഉള്ളൊരു സ്ഥലമാവാൻ കാരണം. ഏകദേശം അത് വന്ന് നമുക്ക് ഈ പ്രദേശത്ത് പിന്നീടുള്ള ചരിത്രം പറയാൻ നമുക്ക് തെളിവൊന്നും കിട്ടുന്നില്ലെങ്കിൽ വിശദമായ പരീക്ഷണം നടത്തി നമുക്ക് കിട്ടും. ഈ സ്ഥലപ്പേരുകളെല്ലാം എടുത്താൽ മതി. അപ്പോൾ അതിൽ നമുക്ക് പിന്നെ ഇപ്പോൾ മുണ്ട് പറമ്പ് ഇതിന് തൊട്ടടുത്ത സ്ഥലമാണ്. ഈ മുണ്ട് പറമ്പ് എന്ന് പറയുന്നത് ഈ മെഗാലിത്ത് കാലഘട്ടത്തിലുണ്ടായിരുന്ന പിന്നീട് ബുദ്ധ ജൈനമതത്തിൻ്റെ ഒരു സാന്നിധ്യം കാണിക്കുന്ന സാധനമാണ്. കാരണം ബുദ്ധനെ വിളിക്കുന്നൊരു പേര് മുണ്ടിയൻ എന്നാണ്. മുണ്ടനും തല മുട്ടയടിച്ചിട്ടുള്ള ആൾക്കാർ സന്യാസിമാരില്ലേ, അപ്പോൾ അവരുടെ പേരിൽ ഉള്ള പറമ്പുകൾ എന്ന രീതിക്കാണ് മുണ്ടിയൻ പറമ്പ്. നമ്മളെ മലബാറിൽ നോക്കിയാൽ നിറയെ മുണ്ടങ്ങോട്ട്, മുണ്ടിയൻ പറമ്പ്, മുണ്ടിയൻകാവുകൾ, അതേപോലെ തന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു മുണ്ടക്കോടുണ്ട്. ആ മുണ്ടക്കോട്, ഇതൊക്കെ വരുന്നത് ഈ ബുദ്ധ ജൈനമതത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ്. അപ്പോൾ മുണ്ടിയ സാധു എന്ന് പറഞ്ഞാൽ ബുദ്ധ സന്യാസി എന്നർത്ഥം. പണ്ട് കാലത്ത് നമ്മളെ കുട്ടികൾക്ക് നല്ല പേരിടില്ലേ? അപ്പോൾ ഈ ദ്രാവിഡ സങ്കല്പപ്രകാരം കുട്ടികൾക്ക് മുണ്ടൻ എന്ന് പേരിടും, മുണ്ടി എന്ന് പേരിടും. ആര്യവൽക്കരണം വന്നപ്പോഴാണ് ഈ ബുദ്ധമതവും ജൈനമതവും ഹീനമായ മതങ്ങളാണെന്നും ഞങ്ങളാണ് ശ്രേഷ്ഠരെന്നും പറഞ്ഞ് അതിനെ മുഴുവൻ നശിപ്പിക്കുകയും അതിനെയൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ട് അതിനെ അധീനപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ എന്തായി? ആ ആളുകൾ മുഴുവൻ ഇവിടുത്തെ പിന്നോക്ക ജാതിക്കാരായിട്ട് അടിച്ചേൽപ്പിക്കപ്പെട്ടു. അവരൊക്കെ പിൻവലിയേണ്ടി വന്നു. ബ്രാഹ്മണന്മാരെന്ത് ചെയ്തു? ഭൂമിയുടെ ഉടമസ്ഥന്മാരുമായി മാറി, സമ്പത്തിൻ്റെ ഉടമസ്ഥന്മാരുമായി മാറി. അത് നമുക്ക് ഈ മെഗാലിത്ത് കാലഘട്ടത്തിന് ശേഷം നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ തമിഴക ലിറ്ററേച്ചർ ഉണ്ട്, സംഘകാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള. അന്ന് കേരളവും തമിഴ്നാടിൻ്റെ ഭാഗമാണ്, ഇവിടുത്തെ ഭാഷ തമിഴാണ്. അപ്പോൾ അതിൽ അവരുടെ ഒരു ഐന്തിണ എന്ന് പറയുന്ന സമ്പ്രദായമുണ്ട്. ഓരോ ഭൂമിയുടെ പ്രത്യേകത അനുസരിച്ചിട്ട് ആ ഭൂമിക്ക് പ്രത്യേക പേര് പറയും. അവിടെ അങ്ങനത്തെ ആളുകളാണ് അവിടെ താമസിക്കുന്നത്. ഇപ്പോൾ മുല്ലൈ, പാലൈ, അതിന് തിണകൾ എന്നാ വിളിക്കുക. പാണക്കാട് അങ്ങനെ പാണരുടെ നാട് എന്നുള്ള അർത്ഥത്തിൽ പാണക്കാട്. അതൊക്കെ ഈ അനുസരിക്കാൻ, അതായത് ആര്യവൽക്കരണത്തെ അനുസരിക്കാൻ തയ്യാറാത്ത ആൾക്കാരെ മുഴുവൻ അവർ ഹീനജാതിക്കാരാവുക ചെയ്തത്. കാരണം അവർക്കൊരു സാംസ്കാരിക പവർ ഉണ്ടായിരുന്നുകൊണ്ട് അത് പിന്നെ അങ്ങ് അച്ചിട്ട് പോയി. ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? ഇതൊക്കെ അങ്ങ് ഡോക്യുമെൻ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ പാണനെ പാണനായിട്ടും അവൻ ഹീനജാതിയായിട്ടും ഒക്കെ അങ്ങോട്ട് മനുഷ്യരെ പോലും അല്ലാത്ത രീതിയിൽ നമ്മളെ നാട്ടിൽ നോക്കിയാൽ മതി. ഇപ്പോൾ കണക്കൻ, പുലയൻ, പാണൻ തുടങ്ങിയിട്ടുള്ള ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ പറമ്പുകൾ ധാരാളം കാണാൻ പറ്റുമെന്ന്. ഇന്നവർക്ക് ഭൂമിയില്ലാതായി, പക്ഷെ അവരുടെ പേരിൽ സ്ഥലങ്ങളുണ്ട്. ബ്രിട്ടീഷുകാർ ഈ MSPയുടെ മൈതാനം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു പരാതി, ഈ പിന്നെ കണക്കന്മാരുടെ പരാതി വന്നു. ഞങ്ങൾ തലമുറകളായിട്ട് ഞങ്ങളുടെ മരിച്ചു പോകുന്ന ആളുകളെ, കാരണവന്മാരെ അടക്കുന്ന ഞങ്ങളുടെ ശവപ്പറമ്പായിരുന്നു ഇത്, അത് നിങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്
എന്നിട്ട് ആരെങ്കിലും മരിച്ചാൽ അവരെ കൊണ്ട് അടക്കുമ്പോഴേക്കും ബ്രിട്ടീഷ് പോലീസ് റിപ്പോർട്ട് FIR ഇടും ഇവർക്കെതിരെ. അപ്പോൾ അതൊക്കെ കാണുന്നത് ഈ പ്രദേശത്ത് അത്തരത്തിലുള്ള ആളുകൾ ധാരാളമായി താമസിച്ചിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ പേരുകളൊക്കെ നമുക്ക് കിട്ടും. ഈ സംഘം ലിറ്ററേച്ചറിൽ പറയുന്ന ഇപ്പോൾ പുലം എന്ന വാക്ക്, പുലം ചേരുന്ന സ്ഥലപ്പേരുകൾ കാണും. മങ്ങാട്ടുപുലം. പുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ആ കൃഷി ചെയ്യുന്ന ആൾക്കാരെ പുലയന്മാർ എന്ന് വിളിക്കും. പുലം എന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മളിപ്പോൾ ഈ പോരാട്ട ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്പോൾ കോട്ടക്കുന്നിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് ചരിത്രകാരന്മാർക്കിടയിലും നമ്മൾ സാധാരണ ഒരു ചരിത്രത്തെ സ്നേഹിക്കുകയും ഓർമ്മകളെ സ്നേഹിക്കുകയും എന്നൊക്കെ ആളുകളുടെ മനസ്സിലേക്ക് ആദ്യം ഇരച്ചെത്തുന്നത് കോട്ടക്കുന്ന് എന്ന് പറയുമ്പോൾ കോട്ടക്കുന്നിൻ്റെ ചെരുവിൽ മരണപ്പെട്ട വാര്യംകുന്നൻ്റെ ചരിത്രമാണ്. അല്ല, ഞാൻ അതിലേക്കൊന്ന് വന്നോട്ടെ. കാരണം ഒരു 12ാം നൂറ്റാണ്ടിൽ ചേരന്മാരാണ് ഇവിടെ ഭരിച്ചതെന്ന് പറഞ്ഞല്ലോ. ഒരു 13ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും ഈ പ്രദേശം ഏകദേശം സാമൂതിരിയുടെ ഒരു ആധിപത്യം വരുന്നുണ്ട് കോഴിക്കോട്. സാമൂതിരി ശക്തനാണ്. സാമൂതിരിക്ക് വള്ളുവനാട് തോൽപ്പിക്കാനും പറ്റി. അതെന്തുകൊണ്ടാണ് സാധിച്ചത്? സാമൂതിരിയുടെ ഏറ്റവും അടുത്ത മിത്രം, ഏറ്റവും പ്രധാന സഹായി ഇടത്തും വലത്തും മാപ്പിളമാരാണ്. കടലിലും കരയിലും. അവിടെ മീൻപിടുത്തക്കാരാണ്, പിന്നെ കരയിലുള്ള മാപ്പിളമാരും. അവർ തമ്മിലുള്ള ആ ഒരു സൗഹൃദം വളരെ വലുതാണ്. അപ്പം മാമാങ്കത്തിലെ നിലപാട് തറയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സൈഡിൽ നിൽക്കുന്നത് ഷാബന്ദാർ കോയയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ നാടിൻ്റെ പൈതൃകം. സാമൂതിരിയും ഈ മാപ്പിളമാരും ഒരുമിച്ച് ചേർന്നിട്ടാണ് 1571 പോർച്ചുഗീസുകാരെ ചാലിയത്ത് തോൽപ്പിച്ചത്. എന്തൊരു നാടാണ് നമ്മളത്. നമുക്ക് ഇന്ത്യക്ക് ആകമാന സന്ദേശം കൊടുക്കാൻ പറ്റുന്ന പാരമ്പര്യമുണ്ട്. ആ സാമൂതിരി ഈ മാപ്പിളമാരുടെയും കൂടി സഹായത്തോടു കൂടിയിട്ടാണ് 13ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും കടലുണ്ടിപ്പുഴ വരെയുള്ള സ്ഥലങ്ങൾ അദ്ദേഹത്തിന് കൈക്കലാക്കുന്നത്. അതിന് മുമ്പ് കുറച്ച് വള്ളുവനാട്ടിന് അധികാരം ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇവിടുന്ന് നമ്മൾ നേരെ കോഴിക്കോടിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ വള്ളുവമ്പ്രം. വള്ളുവമ്പ്രത്തിൻ്റെ അർത്ഥം എന്താ? വള്ളുവനാടിൻ്റെ പുറന്ന. ഏകദേശമൊക്കെ അതുവരെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സാമൂതിരി തൻ്റെ കയ്യിലുള്ള മികച്ച അറബികൾ കൊടുക്കുന്ന ആയുധങ്ങൾ, പുതിയ യുദ്ധതന്ത്രങ്ങൾ, ഈ നാട്ടുമ്പുറത്തുള്ള സേനയൊന്നുമല്ല. ഇപ്പോൾ ഇങ്ങനെ നാട്ടുമ്പുറത്തെ സേന എന്ന് പറയുന്നത് ഭൂമി പതിച്ചു കൊടുക്കുകയുള്ളൂ. ഓലിങ്ങനെ സുഖമായി കഴിയും. എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നാടുവഴി ഓല കൊടുത്തുവിടും. അപ്പോൾ ഒന്നിച്ച് വരും. ഈ ഒന്നിച്ച് കയറി വരുന്നവരാരൊക്കെ പെരുവയറന്മാർ, യുദ്ധം ചെയ്യാൻ അറിഞ്ഞൂടാ, ഒരുമിച്ച് നിൽക്കാൻ അറിഞ്ഞൂടാ, തന്ത്രങ്ങൾ അറിഞ്ഞൂടാ. അതുകൊണ്ട് വള്ളുവനാട് തോറ്റു. പക്ഷേ മാപ്പിളമാരുടെ ശക്തി ഉണ്ടായിരുന്നത് കൊണ്ടും പുതിയ യുദ്ധതന്ത്രങ്ങളും ആയുധങ്ങളുകൊണ്ടും സാമൂതിരിക്ക് ജയിക്കാൻ പറ്റി. സാമൂതിരി ഈ കടലുണ്ടിപ്പുഴയുടെ തീരം വരെയുള്ള പ്രദേശങ്ങൾ കീഴടക്കി. അദ്ദേഹത്തിൻ്റെ ഈ സാമൂതിരി നാട്ടിലേക്ക് കയറണമെങ്കിൽ വള്ളുവനാട്ടിൽ നിന്ന്, പാലക്കാട് നിന്ന്, നമ്മുടെ പാലക്കാട് ഗ്യാപ്പ് വഴിയൊക്കെ സാധനങ്ങൾ വരുന്ന സമയമാണ്. ഇതൊക്കെ കോഴിക്കോട്ടേക്ക് എത്തണ്ടേ. അപ്പോൾ കടലുണ്ടി എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ ഒരു പുഴയുടെ ചെരിവ്, അവിടെ ഒരു കൂടിച്ചേരുന്ന സ്ഥലമുണ്ട്. അത് കൂട്ടിലങ്ങാടിയായി. അതാണ് അതിർത്തി. ആ കൂട്ടിലങ്ങാടി ഒരു ചെക്ക് പോസ്റ്റാണ്. അത് പിന്നെ നികുതി പിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ പോലീസ് സംരക്ഷണം ഇതൊക്കെ ഉണ്ട്. അത് ഈ മലപ്പുറത്തിൻ്റെ ഏറ്റവും കിഴക്ക് ഭാഗത്തുമാണ്. അങ്ങനെ അത് ഒരു അങ്ങാടിയായിട്ടാണ്. അത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അതങ്ങ് പിന്നെ കുറച്ച്. അപ്പോൾ ഇത് 13ാം നൂറ്റാണ്ട് തൊട്ടേ അങ്ങാടിയുണ്ട്. ആ അങ്ങാടിയിൽ നിന്ന് നമുക്ക് പല സ്ഥലങ്ങളിലേക്കും തിരിഞ്ഞു പോകാം. ഇപ്പോൾ പന്തല്ലൂരിലേക്ക് പോകാം, മലപ്പുറത്തേക്ക്, പിന്നെ പെരിന്തൽമണ്ണയിലേക്ക് പോകാം, അങ്ങനെ തിരുനാവായിലേക്ക് പോകാം. അതിലൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഇപ്പുറത്തുള്ള സ്ഥലം സാമൂതിരിയാണ്. അപ്പോൾ നമുക്ക് ബുക്കാനൻ 1805 ഇവിടേക്കൊരു സർവേ നടത്താൻ വേണ്ടി യാത്ര ചെയ്ത് വന്നപ്പോൾ അദ്ദേഹം പറയുന്നത്, മലപ്പുറത്തെ ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിൽ ഇവിടുത്തെ നിങ്ങളെ അധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താമൂര് രാജ എന്നാണ് പറയുക. അവർ സാമൂതിരി രാജാവാണ്. നമ്മൾ താമൂര് രാജയാണ് ഞങ്ങളുടേത് എന്ന് പറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നേരിട്ട് വരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റുമാരാണ് ഇവിടെ ഭരണം നടത്തുന്നത്. അങ്ങനെയുള്ള ഒരാളാണ് ഈ പാറനമ്പി എന്ന് പറയുന്നത്. അത് ബ്രാഹ്മണന്മാരിലെ ഒരു വിഭാഗമായിട്ടുള്ള പാറനമ്പിക്ക് ഈ പ്രദേശത്തിന് ഭരണാവകാശം കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ സാരഥ്യം കൊടുത്തിട്ടില്ല. ഇത് നോക്കി നടത്താനുള്ള അധികാരമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഇപ്പോൾ 905 പിന്നെ ഷാഹിദ് പറഞ്ഞ സെറ്റിൽമെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അധിക ഭൂമിയും ഈ പാറനമ്പിയുടെ പേരിലാണ്. ഇനി പാറനമ്പി മാത്രമല്ല, സ്ഥലപ്പേരുകൾ എല്ലായിടത്തും നോക്കിയാൽ മതി. കോഴിക്കോട് നിന്നുള്ള ഭരണകർത്താക്കളുടെ ഏജൻറ്റുമാർ ധാരാളമായി ഇവിടെ വന്ന് ഈ പ്രദേശത്തിൻ്റെ അധികാരികളായി മാറുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറേ മീൻപാട്ട് തറവാടുകാർ, അതേപോലെ തന്നെ വേർക്കോട്ട്, അവരൊക്കെ കോഴിക്കോട്ടെ ഈ സാമൂതിരിയുടെ പടയാളികളാണ്. പണിക്കർമാർ, കുറേ സ്ഥലത്തിൻ്റെ പേരുകൾ കളരികളാണ്. അപ്പോൾ ഇത് 13ാം നൂറ്റാണ്ട് തൊട്ട് നമ്മൾ ഈ 20ാം നൂറ്റാണ്ട് ദീർഘകാലം അവരാ ഭരിക്കുന്നതേ. അതുകൊണ്ട് ഇതിനെന്ത് പേരുണ്ട്? ഒരു കോഴിക്കോടൻ ചാലിപ്പ് ഇതിന് വന്നു. വള്ളുവനാട് വ്യത്യാസമായിട്ട്. ചില പറമ്പുകളുടെ പേര് കേട്ടില്ലേ, കണ്ടി എന്നുള്ള വാക്കാണ്. എന്താ വരാൻ കാരണം? ആ പ്രദേശത്താണ് ഒരു ഭൂമി തിരിച്ചു കഴിഞ്ഞാൽ ഒരു കഷ്ണത്തിന് കഷ്ണം എന്ന് പറയാം. അതിൻ്റെ ഒരു കണ്ടം കാണിച്ചാൽ നമ്മൾ പറയാറില്ലേ, കണ്ടിപ്പറമ്പ് പറഞ്ഞാൽ അതിൻ്റെ ഒരു പീസ് എന്ന് അതിൻ്റെ അർത്ഥം. അങ്ങനെ നമുക്ക് കോഴിക്കോടിൻ്റെ ഒരു സ്വാധീനം കാണാൻ പറ്റും ഇതിന് മുഴുവൻ. അപ്പോൾ ഇതിലെ ജന്മിമാരുടെ പേരെടുത്ത് നോക്കിയാൽ മതി.
നല്ല രസമാണ്. അതിലുള്ള ആൾക്കാരൊക്കെ പല പല പ്രദേശത്തുള്ള ആൾക്കാരാണ്. നിലമ്പൂർ രാജാവിന് തിരുമുൽപ്പാട്, തച്ചാറക്കാവിൽ തിരുമുൽപ്പാട് എന്ന് പറയും, അവർക്ക് സ്ഥലമുണ്ട്. പിന്നെ മഞ്ചേരിത്തെ കാരണമുൽപ്പാടിന് സ്ഥലമുണ്ട്. മങ്കടക്കില്ല, കാരണം അത് വെള്ളുവനാടാണ്. ഞാൻ പറയുന്നത് ആ സാമൂതിരിയും കോഴിക്കോടിൻ്റെയും ഒരു സ്വാധീനം ഇതിന് മുഴുവൻ വരുന്നുണ്ട്. പിന്നെ മാപ്പിളമാർക്കും സ്വാധീനം കിട്ടും, കാരണം അവരാണല്ലോ ഇത് പിടിച്ചു കൊടുക്കാൻ സഹായിച്ചത്. അവർക്ക് നല്ല, അപ്പോൾ അതിൽ പ്രമുഖന്മാർക്കൊക്കെ അതിൽ നല്ല രസമായിട്ടുള്ള തറവാടുകൾ കാണാം. അവർക്കൊക്കെ ഇവിടെ ഭൂമിയുടെ ആധിപത്യം കിട്ടുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ആ ഒരു സൗഹൃദവും ഒക്കെ മനസ്സിലാക്കി 13-ാം നൂറ്റാണ്ടിൽ ഇത് വന്നപ്പോഴാണ് ഇത് ഒരു പ്രധാനപ്പെട്ട ഭരണകേന്ദ്രം. കാരണം കൂട്ടിലങ്ങാടി കൂടി വൻ വരുമാനം വരുന്നത്. അപ്പോൾ ഇത് പിരിച്ചിട്ടാണ് പാർനമ്പി അവിടേക്ക് എത്തിക്കുന്നത്. അതായത് 100 പിരിക്കുമ്പോൾ 10 അങ്ങോട്ട് കൊടുക്കും, 90 മൂപ്പര കയ്യിലല്ലേ. അപ്പോൾ അയാളൊരു ഭയങ്കര ശക്തിമാനുമായി മാറി. അങ്ങനെയുള്ള ഈ സ്ഥലത്ത് ഇതൊരു പ്രധാനപ്പെട്ട ഒരു സാമൂതിരി രാജ്യത്തിൻ്റെ ഏറ്റവും കിഴക്കേ അതിർത്തിയിലെ ഒരു പ്രധാനപ്പെട്ട എൻട്രി പോയിന്റ് ആയതുകൊണ്ട് ഈ പ്രദേശത്ത് ഒരു കാവൽ വേണ്ടേ. അപ്പോൾ സാമൂതിരി ഈ ഉയർന്ന കുന്നിനെ ഒരു കോട്ടയാക്കി അന്ന് മുതലാണ് ഇതിന് ഈ കുന്നിനെ കോട്ട എന്ന് ചേർന്നത്. അപ്പോൾ കുന്നിൻ്റെ 4 ഭാഗത്തേക്കും ചെരിവുകളാണ്. ഇത് ഏറ്റവും ഹിൽ ടോപ്പാണ്. അത് അന്നത്തെ ഒരു ഫ്യൂഡൽ രീതിയാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ഭരണകേന്ദ്രമാക്കാൻ പറ്റൂ, മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് കോട്ടച്ചെരിവ്. ഇപ്പം നിങ്ങൾ നേരത്തെ ഒന്ന് പറഞ്ഞല്ലോ, എന്താണ് കോട്ട മാടമൈതാനം എന്ന് പറയുന്നത്. കോട്ടക്കുന്ന് മടമൈതാനം. മടമൈതാനം എന്ന് വെച്ചാൽ മട എന്നല്ല, അത് മാട് എന്ന വാക്കുന്നതാണ്. മാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കിട്ടും, അതിൻ്റെ മുകളിൽ വെള്ളം കിട്ടും. വെള്ളം ഉറവ തുടങ്ങുന്നതിനാണ് നമ്മൾ മാട്. ഇപ്പം നിങ്ങൾ കൂനൂൾ മാട്, ചെമ്മാട് എന്നൊക്കെ പറയുന്നതിനെ, അത് ഓരോ പ്രദേശത്ത് ഈ വെള്ളത്തിൻ്റെ സോഴ്സിന് ഓരോ പേരാ പറയുക. അല്ലെങ്കിൽ വെള്ളം, ഇരുമ്പ്, ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടിയത്. അപ്പോൾ ഇത് രണ്ടും കിട്ടുന്ന സ്ഥലങ്ങൾ പേര് പെട്ടെന്ന് വരും. മണ്ണ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? വെള്ളുവനാട്ടിൽ മുഴുവൻ മണ്ണ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കിട്ടുന്ന സ്ഥലങ്ങളാണ്. മാട് വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനത്തെ ഉറവുകളുള്ള സ്ഥലങ്ങളും കൂടി ആയതുകൊണ്ടാണ് മാട് എന്ന് വിളിക്കാൻ. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഓരോ ചെരിവ്. അപ്പോൾ 905 ഇത് റെക്കോർഡാകുമ്പോഴേക്കും 905 ഉണ്ടായിരുന്ന പേരുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് തയ്യാറാക്കിയ ആൾക്കാർ അത് കൃത്യം. എന്തൊരു വർഗീസ് പറയുന്ന ഒരാളാണ് ഈ സർവേക്ക് നേതൃത്വം കൊടുത്തത്, GT വർഗീസ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അത് അയാളുടെ അതിൽ കാണാം, ആ പേരുകളൊക്കെ കിട്ടും. അപ്പോൾ ആ 905 റെക്കോർഡ് വെച്ചിട്ട് നമുക്ക് ബാക്ക് ഭാഗം നല്ല വ്യക്തമായിട്ടുള്ളൊരു PhD പഠനം നടത്താൻ പറ്റും. പിന്നെ നമ്മൾ മറ്റ് തെളിവുകൾ ശേഖരിച്ച് ഇതിൻ്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് പോയാൽ മതി. ഈ കോട്ട മൈതാനം ഇയാളുടെ കയ്യിലിരിക്കുന്ന സമയത്താണ് പാറനമ്പിയും മാപ്പിളമാരും തമ്മിലുള്ള ഒരു തർക്കം ഉണ്ടായി വരുന്നത്. ആ തർക്കത്തിൽ മാപ്പിളമാർ അദ്ദേഹം ആക്രമിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കുറേ മാപ്പിളമാർക്ക് ശ്രോതാക്കളാവേണ്ടി വരികയും ചെയ്തു. അവരുടെ പേരിലാണ് ഈ പടപ്പാട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫോസെറ്റ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹമാണ് എടക്കൽ കേവ്സ് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്. ഫോസെറ്റ് അന്നത്തെ ഇന്ത്യൻ ആൻറ്റിക്വറി എന്ന് പറയുന്ന ബോംബെയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ജേണലിൽ 905 തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു ലേഖനം എഴുതി, വാർ സോങ്സ് ഓഫ് ദ മാപ്പിളാസ് ഓഫ് മലബാർ എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് 2 മാപ്പിളമാരെ ബ്രിട്ടീഷ് കൊല്ലപ്പെട്ടു. ഒരു 1890കളിലെ ഒരു പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടു. അവരുടെ ശരീരത്തിൽ നിന്ന് 2 പുസ്തകം കിട്ടി. ആ പുസ്തകം എന്താ? പടപ്പാട്ടാണ്. കാരണം അവരുടെ പോരാട്ടത്തിൻ്റെ ഒരു വീര്യം ഈ പടപ്പാട്ടാണ്. ആ പടപ്പാട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആ ഇന്ത്യൻ ആൻറ്റിക്വറിയിൽ പബ്ലിഷ് ചെയ്തു. അപ്പം അതിൽ പറയുന്നത് ഞങ്ങൾ നടത്തിയ വീരോജ്വലമായ ആ പാറനമ്പിക്കെതിരെ നടത്തിയ പോരാട്ടത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ ഒരു കാലഘട്ടത്തിലെ ആ സംഘർഷഭരിതമായ സമയത്ത് നമുക്ക് പറയാൻ പറ്റും, സാമൂതിരി തുടങ്ങി വെച്ച ഒരു സൗഹൃദം ഇയാളായിട്ട് ഇല്ലാതാക്കുന്നു ഒരു കുറേ കാലഘട്ടത്തിൽ. അപ്പോൾ സാമൂതിരിയുടെ ആ ഒരു മഹിമ, ആ ഒരു സാംസ്കാരിക മഹിമയ്ക്ക് ഇടയ്ക്ക് തകർച്ച ഉണ്ടാകുന്നതായിട്ട് കാണും. ഇതേ ഘട്ടത്തിൽ സാമൂതിരി എന്ന് പറഞ്ഞാൽ കോഴിക്കോടല്ല, കോട്ടയ്ക്കൽ കോവിലകത്തിലെ ആൾക്കാരും സാമൂതിരിയാവും. അവിടെ എന്താ വെങ്കിടക്കോട്ട എന്ന് പറയുന്ന അവരുടെ കുലദൈവമാണ്. അവർക്കും ഇവിടെ ഭൂമിയുണ്ട്. അപ്പോൾ അതും സാമൂതിരിയുടെ ഭൂമിയാണ്. ഇതുകൂടാതെ താമരശ്ശേരി എന്ന് വന്ന ഒരു നമ്പൂതിരിക്ക് ഭൂമിയുണ്ട്. നമുക്കിവിടെ ത്രിപുരാന്തക ക്ഷേത്രമില്ലേ, ആ ക്ഷേത്രത്തിൽ പൂജ നടത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാർ. അതിൻ്റെ ഊരാളൻ എന്ന് പറയുന്നത് പാറനമ്പിയാണ്. പക്ഷേ അവിടെ പൂജ നടത്താൻ വേണ്ടി കൊണ്ടുവരുന്ന വലിയ നമ്പൂതിരിമാർക്ക് കുറേ ദാനം കൊടുക്കും. ആ ദാനത്തിന് വേണ്ടിയിട്ട് അവർക്കും കുറേ ഭൂമി ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഈ കോഴിക്കോടിൻ്റെ ഒരു സാന്നിധ്യം, ഒരു കോഴിക്കോടൻ ടച്ച് മലപ്പുറത്തിന് ഉണ്ടായി വന്നിട്ടുണ്ട്. അത് ചെറിയ കാലമൊന്നുമല്ല. 13-ാം നൂറ്റാണ്ട് തൊട്ട് ഏകദേശം 18-ാം നൂറ്റാണ്ട് വരെയുള്ള ആ ഒരു ഘട്ടത്തിലാണ് ഹൈദരലിയുടെ ഒരു ആക്രമണം വരുന്നത്. ഹൈദരലി മലബാർ ആക്രമിച്ചത് ഇവിടെ ഇസ്ലാം മതം പ്രചരിപ്പിക്കാനൊന്നുമല്ല. അദ്ദേഹം അവിടെ ബ്രിട്ടീഷുകാരായിട്ട് പോരാട്ടത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് സമ്പത്ത് വേണം. ഫ്രഞ്ചുകാരുടെ സഹായം അദ്ദേഹത്തിനുണ്ട്. നല്ല കോട്ട കെട്ടാനും നല്ല യുദ്ധതന്ത്രങ്ങളും നല്ല ഭരണ സംവിധാനവും റവന്യൂ പിരിക്കാനുള്ള രീതികളൊക്കെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം മതപരമായിട്ടല്ല ഭരിച്ചിരുന്നത്. അപ്പോൾ ഹൈദരലിയും ടിപ്പു സുൽത്താനും ഇവിടെ വന്നപ്പോൾ
നോക്കുമ്പോൾ നാടുവാഴിത്തം സമൃദ്ധമായി നടക്കുന്ന ഒരു നാടാണ്. അതുകൊണ്ട് വരുമാനം പെട്ടെന്ന് പിരിക്കാൻ എളുപ്പമല്ല. കാരണം ഒക്കെ ഈ സാമന്തന്മാരാണ് കൈക്കലാക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതൊന്ന് ശക്തമാക്കിയാൽ മാത്രമേ ആ പോരാട്ടത്തിന് വേണ്ട സമ്പത്ത് കിട്ടുള്ളൂ. സമ്പത്ത് എവിടെയുണ്ടോ അത് മതപരമായിട്ടല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സമ്പത്ത് അദ്ദേഹം കൈപ്പെടുത്തി ഇവിടെ ഒരു ശക്തമായ ഭരണ സംവിധാനം ഉണ്ടാക്കി. അങ്ങനെയാണ് മദണ്ണയുടെ നേതൃത്വത്തിൽ, നോക്കണം അയാളത് അദ്ദേഹം ഒരു മുസ്ലിം അല്ല, അദ്ദേഹമാണ് ഇദ്ദേഹത്തിന് റവന്യൂ മന്ത്രി, ഇവിടുത്തെ റവന്യൂ ചുമതല. അദ്ദേഹമാണ് ഇവിടെ ആദ്യമായി ഭൂ സർവേ നടത്തുന്നത്. ആ ഭൂ സർവേയിലാണ് അതിർത്തികളൊക്കെ ഇട്ട് ഒരു റെക്കോർഡുണ്ടാവുന്നത്. അത് പേപ്പറല്ല, സ്വാഭാവികമായിട്ടും എന്തായിരിക്കും പനയോലയിൽ ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തെ ഈ സർവേയിലാണ് അദ്ദേഹം ജന്മിമാർക്ക് നികുതി നിശ്ചയിക്കുന്നത്. എന്നാലോചിച്ച് നോക്ക്, ഇവർ കേട്ട് കേൾവിയില്ല ഇവർക്ക്. ഞങ്ങൾ ഇങ്ങനെ ഇതൊക്കെ അവകാശികളാണ്, അത് പരമ്പരയായിട്ടുള്ളതാണെന്നേ പറഞ്ഞുള്ളൂ. അപ്പോഴാണ് ജന്മം എന്ന വാക്കുണ്ടാവുന്നത്. ഇപ്പം ഈ ഭൂപ്രഭുക്കന്മാർ പറയണേ, എന്ത് ഞങ്ങൾ നികുതി ചുമത്തേ, ഇത് ഞങ്ങളുടെ ജന്മമാണ്. അപ്പോഴാണ് ജന്മി എന്ന വാക്കുണ്ടത്. അതെനിക്ക് തോന്നുന്നത് ഒരു മുഗൾ ഭരണത്തിൽ നിന്നൊക്കെ വന്ന ഈ തുക്കടി എന്നുള്ള വാക്കൊക്കെ വന്നതുപോലെ, താലൂക്ക് എന്ന വാക്ക് വന്നതുപോലെ, ഏകദേശം മൈസൂരിയൻ വാഴ്ചക്കാലത്തെ മുഗളന്മാരുടെ പല രീതികൾ അങ്ങോട്ട് വരുന്നത്. ആ വാദിൻ്റെ ഭാഗമായിട്ടാണ് മലബാറിലാകമാനം ഒരു പുതിയ കസബ എന്ന വാക്കുണ്ടാവുന്നത്, താലൂക്ക് ഉണ്ടാവുന്നത്, അങ്ങനത്തെ പുതിയ പാണ്ഡികശാല. ടിപ്പു വന്നപ്പോഴേക്കും ടിപ്പു ഹൈദരലി എന്താ ചെയ്യുന്നറിയോ, ഈ തെക്കൻ മലബാറിൻ്റെ ഒരു ഭരണാസ്ഥാനം മഞ്ചേരിയാണ് നിശ്ചയിച്ച്. അതുകൊണ്ട് അവരുടെ കുറച്ച് ആശ്രിതന്മാർ മഞ്ചേരി, പത്തങ്കുരുക്കൾ, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവാൻ കാരണം മഞ്ചേരിയാണ്. ബ്രിട്ടീഷുകാർ അതിനെ തുടർന്നത്. ഇപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞ ഈ റിപ്പോർട്ടില്ലേ, ആ റിപ്പോർട്ടിൽ മലപ്പുറത്തിൻ്റെ ദൂരം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ചേരിയിൽ നിന്ന് ഇത്ര മൈൽ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഇതെന്തിനാ മഞ്ചേരി എന്ന് പറഞ്ഞ്, അത് മൈസൂരിയൻ ആസ്ഥാനമാണ്. മഞ്ചേരി ഒരു പ്രധാന കേന്ദ്രമാണ്. ഇതേപോലെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈദരലി വടകരയിൽ ഒരു പാണ്ഡ്യശാല ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട് കടന്നു വന്ന വഴികൾ മനസ്സിലാക്കാൻ, പ്രത്യേകിച്ചും ഈ കോട്ടക്കുന്ന് എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ നമ്മുടെ മലപ്പുറം ജില്ലയുടെ ഒരാസ്ഥാനം എന്ന രീതിക്ക് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇന്ന് ജനങ്ങളെ മുഴുവൻ ആകർഷിക്കുന്ന കോട്ടക്കുന്ന് എന്ന് പറയുന്ന ഈ ഒരു പാർക്ക്, ആ പാർക്കും ആ പരിസര പ്രദേശങ്ങളും ഓർക്കാൻ ഇങ്ങനൊരു പുസ്തകം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. നമ്മുടെ പ്രാദേശിക ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു 100,000 പുസ്തകങ്ങൾ വന്നാൽ ജനങ്ങളെല്ലാം ചരിത്രവൽക്കരിക്കപ്പെടും. അപ്പോൾ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം എന്താ, നമ്മുടെ നാട്ടിലെ മനുഷ്യർ എങ്ങനെയാണ് പഴയകാല തലമുറകൾ ജീവിച്ചിരുന്നത്, അവരെവിടെയാണ് വീണുപോയത്, അവരെവിടെയാണ് നിവർന്നു നിന്ന് പ്രതിരോധിച്ചത്, നമ്മുടെ ഇന്നത്തെ ഒരു സ്വാതന്ത്ര്യവും ഇന്നത്തെ നമ്മളുടെ ജീവിക്കാനുള്ള സന്തോഷവും നമുക്കുണ്ടായി വന്നത് എങ്ങനെയാണെന്ന് അറിയാൻ, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതൊരു മാതൃകയാണ്. അതെ, ഇതിപ്പോൾ ഒരു ചെറിയൊരു പ്രദേശത്തെക്കുറിച്ച്, ഒരു മലപ്പുറം ടൗണിനെ കുറിച്ചും അതിലെ കോട്ടക്കുന്നിനെ കേന്ദ്രീകരിച്ചും വന്ന ഈ പുസ്തകം പോലെ അങ്ങനെ ഒരു 100,000 പുഷ്പങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവണം. എന്നാലേ നമുക്ക് അടുത്ത കാലത്ത് നമ്മളെക്കാളും നല്ല മെച്ചപ്പെട്ട രീതിയിൽ അടുത്ത തലമുറകൾക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ പുസ്തകം ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഇന്നത്തേക്ക് മാത്രമല്ല, ഇപ്പം നമ്മളൊക്കെ അപ്രത്യക്ഷമായാലും പുസ്തകം ജീവിക്കും അല്ലേ, നമ്മളെ കയ്യിലില്ലെങ്കിൽ പോലും ഇതെവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അന്നത്തെ തലമുറ ആലോചിക്കും അവരെന്ത് നല്ല ഒരു കാര്യമാണ് ചെയ്തത്. നമ്മൾ ഇന്ന് കാണുന്ന പുസ്തകങ്ങളെ നമ്മൾ കാണുന്നില്ലേ, നമുക്ക് എതിരായിട്ടുള്ളതാണെങ്കിലും നമുക്ക് വിവരം തരുന്നൊരു സാധനമാണത്, അനുകൂലമായിട്ടുള്ളതും ഉണ്ടാവും. അപ്പോൾ ഒരു നാടിൻ്റെ ഏത് തരത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ എഴുതിയാൽ മാത്രമേ വരാൻ പോകുന്ന തലമുറയ്ക്ക് അതിനുള്ള ശബ്ദം അവർക്ക് വഹിച്ചു കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ, ഈ ആഫ്രിക്കയിലൊരു പഴമൊഴിയുണ്ട്. അതായത് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഒരു ലൈബ്രറി കത്തിച്ചാമ്പലാവുന്നു എന്നാണ് പറയുക. നമ്മൾ ആ മനുഷ്യനെ എന്ത് ചെയ്യണം, സംസാരിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യണം. കാരണം അയാൾ കണ്ട ലോകം, അയാൾ എത്ര കാലം ജീവിച്ചാൽ ആ കാലം കൊണ്ട് അയാൾ പുറത്തുനിന്ന് സ്വാംശീകരിക്കുകയും അയാൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്, അയാൾ കണ്ടൊരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അയാളൊരു സാധാരണ ഒരു ചെരുപ്പുകുത്തിയോ ഒരു കൃഷിക്കാരനോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയോ ഒക്കെ ആയിരിക്കും. അവരെയൊന്നും നമ്മൾ കണക്കാക്കാറില്ലല്ലോ. പക്ഷെ അവർ മനുഷ്യരല്ലേ, അവർ കണ്ടൊരു ലോകം ഉണ്ടാവില്ലേ, അവരുടെ അനുഭവങ്ങൾ. അതെ. അപ്പോൾ നമുക്ക് താഴേന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കും എല്ലാ മനുഷ്യരും ഉള്ള ഒരു സമൂഹത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉള്ള ആൾക്കാരെ നമ്മൾ രേഖപ്പെടുത്തണം. അത് ആഫ്രിക്കയിൽ അത് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പഴമൊഴിയുടെയൊക്കെ പ്രാധാന്യമാണ് നമ്മുടെ ഈ പുസ്തകം. കാരണം ഈ പുസ്തകത്തിൽ കുറേ ഇങ്ങനെ നടന്ന് ആൾക്കാരോട് വിവരം ശേഖരിച്ചൊക്കെ ഉണ്ട്. ഇതൊന്നും നമ്മളെ പുരാരേഖാലയത്തിലോ അല്ലെങ്കിൽ പിന്നെ ഗവേഷണശാലകളോ ചരിത്രം എഴുതുന്ന സമയത്ത് ശരിക്കും വാമൊഴികൾക്ക്
കൃത്യമായൊരു സ്ഥാനമുണ്ട് അല്ലേ സാറ്? അപ്പോൾ ആ മൊഴി പ്രധാനപ്പെട്ട തന്നെയാണ്. ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് ഇപ്പം ഞാൻ സർവകലാശാലയിൽ കൊടുക്കുന്ന ഒരു കോഴ്സ് ഓറൽ ഹിസ്റ്ററിയാണ്, വാമൊഴിയാണ്. അപ്പോൾ അത് ശാസ്ത്രീയമായിട്ട് ചെയ്യണം. കാരണം വാമൊഴികളെ കിട്ടുമ്പോൾ ആ മൊഴി നമുക്കൊന്ന് പരിശോധിക്കാനുള്ള മറ്റ് തെളിവുകൾ, രേഖാപരമായത്, മറ്റാളുകളിൽ നിന്ന് ശേഖരിക്കാവുന്നത്, സമാനമായ പഠനങ്ങൾ, അതൊക്കെ നോക്കിയിട്ട് ഇതിനൊന്ന് കൊറോബറേറ്റ് ചെയ്യാന്ന് പറയുന്നത്, ഒന്ന് വാലിഡേറ്റ് ചെയ്യും. അതിന് ഞങ്ങൾ ട്രയാങ്കിളൈസേഷൻ എന്നാണ് പറയുന്നത്. 3 സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് രേഖ, മറ്റൊരു തെളിവ്, ഇയാൾ, ഈ 3 കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ വാസ്തവം കിട്ടും. കറക്റ്റ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനെ ശാസ്ത്രീയമാക്കാൻ പറ്റും. പിന്നെ തെളിവാണ് വളരെ പ്രധാനപ്പെട്ടത്. നമ്മൾ എന്ത് എഴുതുമ്പോഴും തെളിവോട് കൂടിയേ പറയാമല്ല. പണ്ട് ജാംബവാൻ്റെ കാലത്ത് എന്ന് പറയുന്നതിന് ചരിത്രം എന്ന് പറയാൻ പറ്റില്ല. ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യസ്പർശമേറ്റ എഴുത്ത്, ഒബ്ജക്റ്റുകൾ, അങ്ങനത്തെയൊക്കെ സാധനങ്ങളുടെ തെളിവോട് കൂടിയേ നമ്മൾ പറയാവൂ. അപ്പോൾ അതാണ് ചരിത്രം. ആ രീതിയിൽ നമുക്ക് ഈ പുസ്തകം ഒരു വലിയ മുതൽക്കൂട്ടാണ്. കൊന്നോല കുടുംബവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ കോട്ടക്കുന്നിൽ മരണപ്പെട്ടു പോയ നേരത്തെ പറഞ്ഞല്ലോ, കെ പള്ളിക്കൽ ഉണ്ണി മുസ്ലിയാർ, അതുപോലെ തന്നെ എളമ്പിലാക്കാട്ട് അഹമ്മദ് കുട്ടി, കൊന്നോല മെയ്തീൻകുട്ടി. അപ്പോൾ ഈ കൊന്നോല മെയ്തീൻകുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്ര തന്നെ ചരിത്ര പുസ്തകത്തിലും മറ്റൊന്നും കാണാത്തത് കൊണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിറങ്ങിയ സമയത്ത് ഈ കൊന്നോല മെയ്തീൻകുട്ടീൻ്റെ സഹോദരന്മാരായിരുന്നു വാഗൺ കൂട്ടക്കുരുതിയിൽ രക്ഷപ്പെട്ട യൂസഫും കൊന്നോല അഹമ്മദ് ഹാജിയും. അപ്പോൾ അവരെ ഈ ഒരു ഓർമ്മകൾ കൃത്യമായിട്ട് എന്തൊക്കെയാണ് അന്നുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ അറിയാൻ വേണ്ടി അവരുടെ സഹോദരന്മാരെ, ഈ കൊന്നോല യൂസഫിൻ്റെ മക്കൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരാൾക്ക് 90 വയസ്സുണ്ട്, ഒരാൾക്ക് 85 വയസ്സുണ്ട്. അപ്പോൾ അവരുടെ ഓർമ്മകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. കൃത്യമായിട്ട് അവർ ഓരോ സംഭവങ്ങളും പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വാപ്പാനെ നേരിട്ട് കണ്ടതൊക്കെ ഉണ്ട്, ഓർമ്മ, കൃത്യമായ ഓർമ്മകളുണ്ട്. ആ വാപ്പായുടെ അവസാനം തിരിച്ചു വന്നിട്ട് ഈ കറക്റ്റ് ഡേറ്റ് അവർക്ക്, പക്ഷേ അവരെ കൂടെ ഉണ്ടായിരുന്നു കുറച്ചു കാലം. ഒരാൾക്ക് 8 വയസ്സും ഒരാൾക്ക് 6 വയസ്സുള്ള സമയത്താണ് മരണപ്പെടുന്നത്. അപ്പോൾ ഈ കൊന്നോല യൂസഫിന് ഈ ട്രെയിനിൽ പോയ കാരണം കൊണ്ട് ശ്വാസതടസ്സം ഉണ്ടായി. ആ ശ്വാസതടസ്സം മൂലമാണ് അവർ മരണപ്പെടുന്നത്. പിന്നീട് ഒരുപാട് കാലം ശ്വാസസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവസാനം മരണപ്പെടുന്നത് ഈ ഒരു അസുഖം കാരണം. അപ്പോൾ ഈ കൊന്നോല മെയ്തീൻകുട്ടിയുമായി ബന്ധപ്പെട്ട കൊന്നോല യൂസഫും കൊന്നോല അഹമ്മദ് ഹാജിയും സംബന്ധിച്ച രേഖകൾ പല ബ്രിട്ടീഷ് ആർക്കൈവ്സിലും അതുപോലെ തന്നെ സാറ് പുസ്തകങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. മെയ്തീൻകുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്ര തന്നെ നമ്മൾ കാണാത്തതുകൊണ്ട് ഇങ്ങനെ അന്വേഷിച്ച സമയത്ത് ഇവർ പറഞ്ഞ സംഭവമാണ്, അവസാനം കൂടിക്കാഴ്ചയ്ക്ക് ഒരു അവസരം ഇവർ കൊടുത്തിരുന്നു. അപ്പോൾ അവസാനത്തെ ഒരു അഭിലാഷമായിട്ട് അവർ പറഞ്ഞത്, അക്കാലഘട്ടത്തിൽ ഇഞ്ചിയുടെ നീരൊഴിച്ച കൊട്ട ഔല് കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പോൾ അങ്ങനെ അവരത് ഈ സാധനം ഉണ്ടാക്കിക്കാണ്ട്, ഈ ഭക്ഷണം അപ്പോൾ അന്നത്തെ ഉണ്ടാക്കിക്കാണ്ട് അത് കൊണ്ടുപോയി കൊടുക്കാനും വേണ്ടി ചെന്നപ്പോഴേക്കിന് അവരെ വെടിവെക്കാനുള്ളൊരു സമയമായിട്ടുണ്ട് എന്നുള്ള ഒരു ഇത് വരികയും, അപ്പോൾ അയാൾ പറഞ്ഞു, മെയ്തീൻകുട്ടി പറഞ്ഞു, എന്നാൽ എൻ്റെ പേരിൽ അത് ദാനം ചെയ്തോളി, അതിൻ്റെ കൂലി എനിക്ക് കിട്ടിക്കോട്ടെ, നിങ്ങളാരും പ്രയാസപ്പെടുന്നത്, ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടിയല്ല മരണപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടാണ് അവർ മരിച്ചതെന്ന് ഈ കൊന്നോല മെയ്തീൻകുട്ടിയുടെ ഭാര്യ പറഞ്ഞ വിവരങ്ങളാണ് ഈ കൊന്നോല യൂസഫിൻ്റെ മക്കൾ പറയുന്നതിനോട്. അതുപോലെ തന്നെ അവർ മുണ്ടുപറമ്പ് ഇതിൻ്റെ ചെരുവിലാണ് അവരെ വെടിവെച്ച് കൊന്നതാണ്. ഒരു ഫയറിംഗ് സ്റ്റേഷനായിട്ട് അവിടെ ഒരു ഫയറിംഗ് റേഞ്ച് അവിടെ ഉണ്ടായിരുന്നു, അവിടെ വെച്ചാണ്. അപ്പോൾ അവർ സ്ഥിരമായിട്ട് ഇരുമ്പൊയിലൊക്കെ കുടുംബ വീടുകൾക്ക് പോകുന്ന സമയത്ത് ഈ സ്ഥലത്ത് ഒരു മാവുണ്ടായിരുന്നു. ആ മാവിൻ്റെ ഒക്കെ സമീപത്തായിട്ടാണ് അവർ, ആ മാവിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഈ കാളവണ്ടിയിൽ നിന്ന് ഈ നരിപ്പറ്റ ഒരാളുണ്ടായിരുന്നു, അയാളാണ് ആ കാളവണ്ടീൻ്റെ ഡ്രൈവർ. അന്നത്തെ പ്രധാനപ്പെട്ട വാഹനം അതാണ്. അപ്പോൾ അയാളത് പറയുന്നതായിരുന്നു, അതാ മൂത്താപ്പാനെ വെടിവെച്ച സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ, ഇവിടെ വെച്ചാണെന്നാണ് ഒരു പ്രാർത്ഥന നിർവഹിച്ചോടി, അവർക്ക് വേണ്ടി അവിടെ പാരത്രിക ഗുണത്തിന് വേണ്ടി പ്രാർത്ഥന നിർവഹിച്ചോടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓർമ്മകളാണ് അവരുടെ ആ ഒരു വാമൊഴികളായിട്ട് സ്ഥിരപ്പെട്ട സംഭവം, അവരെ ഓർമ്മകളാണ് അതൊക്കെ. നമ്മളൊരു പ്രധാനപ്പെട്ട ദുരന്തം എന്നറിയോ, ഇതൊക്കെ നേരിട്ട് കണ്ട ആൾക്കാർ 70 80 ഇവിടെ കണ്ടായിരുന്നു. ഒറ്റ ആളി നമുക്കൊന്ന് അവരെഴുതില്ലെന്ന് വിചാരിക്കാം, കാരണം അവർക്കൊരു മനപ്രയാസം ഉണ്ടാവും. പക്ഷെ നമ്മളൊന്ന് ചെന്ന് കണ്ട് സംസാരിച്ച് റെക്കോർഡ് ചെയ്തിരുന്നുവെങ്കിലേ നമുക്ക് എന്തുമാത്രം കിട്ടുമായിരുന്നു. വാര്യംകുന്നത്തിനെ പിടിച്ചു കൊടുത്ത കൃഷ്ണപ്പണിക്കർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, വലിയ മഞ്ചേരിയിൽ 10-17 ഏക്കർ ഭൂമി കിട്ടിയത്. ആ കൃഷ്ണപ്പണിക്കർ എനിക്കൊന്ന് 60 70 മരിക്കുന്നത്.
നമ്മൾ AK കൊടൂർ ചെയ്തതുപോലെ അയാളൊരു മഹാനാട്ടോ. അയാൾ കുറേ നടന്ന് ആൾക്കാരെ കണ്ടുപിടിച്ച് അയാൾ കുറേ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തു. അതാണ് നമ്മൾ ആംഗ്ലോ മാപ്പിള യുദ്ധം. അതേപോലെ നമ്മുടെ ഇടയിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം? ഷാഹിദൊക്കെ ചെയ്യുന്ന പോലെ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു, ഫീൽഡിലേക്ക് ഇറങ്ങുകയാണ്. ഒരു 70-80 വയസ്സ് കിട്ടിയ ആളെ ആരാണെങ്കിലും ഇന്റർവ്യൂ. അതെ, അയാൾ കണ്ട ഒരു ലോകത്തെക്കുറിച്ച്, അയാൾ കണ്ട സ്വപ്നങ്ങളെക്കുറിച്ച്, അയാൾ എങ്ങനെയാണ് പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയത്, എവിടെയാണ് അയാൾ വീണുപോയത്, എവിടെ നിവർന്നു നിന്നത്, അപ്പോൾ അത് നമുക്കൊരു അനുഭവമല്ലേ. അതാണ് നമ്മളൊരു വാമൊഴിയിൽ നിന്ന് കിട്ടുക. സാറ് വാഗൺ കൂട്ടക്കുരുതിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഈ വാഗൺ കൂട്ടക്കുരുതിയിൽ ഇവരെ 10 മാസം അവർ ബെല്ലാരിയിലും മറ്റൊക്കെ ജയിലിൽ കിടന്നല്ല, ഇതിൽ രക്ഷപ്പെട്ട ആളുകൾ വീണ്ടും ഈ 10 മാസം ജയിലിൽ കിടക്കുന്ന സമയത്താണ് നമ്മളെ കല്ലടി മൊയ്തുട്ടി സാഹിബാണ് ഈ കൊന്നോല മീതിൻകുട്ടി മരണപ്പെട്ട വിവരം ജയിലിൽ നിന്ന് ഈ സഹോദരന്മാരോട് പറയുന്നത്. എന്നിട്ട് അവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞ സംഭവങ്ങളൊക്കെ മെല്ലടി സാഹിബ് ഇതിന് അന്വേഷണത്തിനും വേണ്ടി വന്ന സമയത്ത് അതെ, അയാൾ ഈ അന്വേഷണത്തിനും വേണ്ടി ഇവരോട് ഇത് മൊഴി എടുക്കാനും വേണ്ടി വന്ന സമയത്ത് എന്തിനാണെന്നറിയോ, ഇത് മനഃപൂർവമായ കൊലയല്ല, സ്വാഭാവികമായി സംഭവിച്ചു പോയതാണ്, ആരെയും കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് അയാൾ ഒപ്പിട്ട് കൊടുത്തത്. കൃഷ്ണവർമ്മ രാജാവ് 2 പേർക്കും പ്രതിഫലം കിട്ടി. ഒരാൾക്ക് ഖാൻ ബഹദൂർ പദവി, മറ്റയാൾക്ക് റാവു ബഹദൂർ പദവി. നേതൃത്വം കൊടുത്ത ആളുകൾക്ക് ചെറിയ ശിക്ഷ എന്തോ ഒരാളുണ്ടായിരുന്നു, അയാൾ പിന്നെ മാനസിക രോഗിയായി, അങ്ങനെയൊക്കെയുള്ളു, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. നാപ്പിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അയാൾ ഭയങ്കര ക്രൂരനാണ്. അയാൾ മുമ്പ് മലബാറിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഈ 21-ലെ സാധനം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പെട്ടെന്ന് അയാളെ തിരിച്ചു വരുത്തുക ചെയ്ത്. അയാളാണ് ഇത് ഹിച്ച്കോക്കിനേക്കാളും ഈ സാധനങ്ങൾ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്ത അയാളാണ്. അത് താമി പന്തല്ലൂരിൽ മുൻ പട്ടാളക്കാരൻ താമി അയാളെ ഓഫീസിലായിരുന്നു കോഴിക്കോട്. പട്ടാളത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ടേ 1-ാം ലോക യുദ്ധത്തിൽ പിന്നെ പങ്കെടുത്തിട്ട് ജോലി പോയി തിരിച്ചു വന്നപ്പോൾ ഈ പട്ടാളക്കാർക്ക് ചില ജോലി കൊടുത്തിരുന്നു. അപ്പോൾ അതിലെ ഒരാളാണ് ഈ പന്തല്ലൂർ താമി. അയാൾ കിട്ടിയിട്ടില്ല, അയാൾ കണ്ടു എന്നാണ് AK കൊടൂർ പറയുന്നത്. അപ്പോൾ അവിടെ കളക്ടറേറ്റിൽ ഇയാൾ പ്യൂണാണ്. അപ്പോൾ ഈ ഇങ്ങനെ ചായ കൊണ്ടു കൊടുക്കാൻ പോകും. അപ്പോൾ ഈ ഡിസ്കഷൻ നടക്കുമ്പോൾ ഇയാൾ പട്ടാളത്തിൽ കുറച്ച് ഇംഗ്ലീഷ് അറിയാമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പൊട്ടനായിട്ട് അഭിനയിക്കും. അവിടെ ചെന്നിട്ട് ഇങ്ങനെ പാത്രമൊക്കെ എടുത്ത് വെച്ച് ഇത് കേൾക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഓഫീസ് കഴിഞ്ഞതിന് ശേഷം ഈ വിവരം വാരികുന്നത്തിനെത്തിക്കും. വാരികുന്നത്ത് അയാൾ ഭയങ്കര അടുപ്പമായിരുന്നു. താമി എന്ന് പറയുന്നത് ഹിന്ദുവാണ്. വാരികുന്നത്തിൻ്റെ ഒരു വലങ്കയ്യായിരുന്നു. വാരികുന്നത്ത് പിടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു, പിടി കൊടുക്കാൻ അയാൾ തയ്യാറായില്ല. അയാൾ ഇവിടുന്ന് മുങ്ങി അയാൾ കോയമ്പത്തൂർ പോയി. കോയമ്പത്തൂരിൻ്റെ ഉള്ളിലുള്ള ഏതൊരു തമിഴ് ഗ്രാമത്തിൽ അവിടെ ഒരു തമിഴ് സ്ത്രീയെ കല്യാണം കഴിച്ച് അവിടെയായിരുന്നു. അപ്പോൾ ഈ AK കൊടൂരിന് വിവരം കിട്ടി. AK കൊടൂർ ഈ വാരികുന്നത്തുമായിട്ട് അടുപ്പമുള്ള ചില ആൾക്കാരെയും പോയി തിരിച്ചു വന്ന ആൾക്കാരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ വിവരം കിട്ടിയിട്ട് അയാളെ കാണാൻ പോയി. അയാളൊരു പോയി ഉൾഗ്രാമത്തിൽ പോയിട്ട് കുടുംബം, അപ്പോഴേക്കും ഇയാൾ താമി മരിച്ചിരുന്നു. അപ്പം മകൻ എന്ത് ചെയ്തു, ഇത് കാണിച്ചു കൊടുത്തു, അയാൾ എഴുതി വെച്ചാണെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ കണ്ടിട്ടാണ് ഈ ആംഗ്ലോ മാപ്പിള യുദ്ധം പുസ്തകം അയാൾ എഴുതിയത്. അപ്പോൾ അത് പ്രസിദ്ധീകരിക്കാൻ നമ്മളെ ഈ കിളിയമണ്ണ് കുടുംബം തയ്യാറായി ഇത്രേ. അപ്പോൾ ഞാൻ അവരെ വീട്ടിൽ ചെന്നപ്പോൾ മകൻ പറഞ്ഞതാണ്, അതൊരു വലിയ ബുക്കായിരുന്നു, പക്ഷേ അവസാനം വന്നപ്പോഴേക്കും അത്രയും പൈസ ചിലവാക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ബുക്കാക്കി. ബാക്കിയുള്ളതൊക്കെ ഞങ്ങളെ കയ്യിലുണ്ടായിരുന്നു. കുറേയൊക്കെ ആൾക്കാർ വന്ന് ഗവേഷകരൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ ഒരു റിവൈസിൽ ഒരു കുറച്ച് കട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും അങ്ങനത്തെ ഒരു വിലപ്പെട്ട വിവരമില്ല. അയാൾ എന്തുമാത്രം അറിയും. അയാൾ മലപ്പുറം ടൈംസ് പറഞ്ഞിട്ട് ഒരു പത്രം ഇറക്കിയിരുന്നു. അയാൾക്ക് അവിടെ കൊടൂർ, നിങ്ങളുടെ നാട്ടിലൊരു പ്രസ് ഉണ്ടായിരുന്നു, അയാളെ കൂടെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, മേനോൻ എന്ന് പറയുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാത്ര ഇവിടുത്തെ റിപ്പോർട്ടർ. ഇയാളെ ഒരു ചെറുപ്പളശ്ശേരിക്കാരന് മേനോൻ, അയാളാണ് ഇയാൾക്ക് അച്ചു നിരത്താനൊക്കെ സഹായിച്ചിരുന്നത്. അപ്പോൾ ഈ പിന്നെ മക്കൾ പറയാം, ഉമ്മ ഉണ്ട് കേട്ടോ, ഉമ്മയ്ക്ക് അധികം സംസാരിക്കാം. ഉമ്മേൻ്റെ അടുത്ത് നിന്നിട്ട് മക്കൾ പറയുക, മേനോൻ ആണ് എല്ലാം ചെയ്യുക, മേനോനാണ് ഇയാളുടെ ഏറ്റവും സഹചാരി. മേനോൻ വന്ന് കിടക്കണമൊക്കെ ഇവരെ വരാന്തയിൽ അവിടുന്ന് ചോറൊക്കെ കൊണ്ടും, അങ്ങനെ ഭയങ്കര അടുപ്പായിരുന്നു. ഈ മേനോനാണ് ചെർപ്പളശ്ശേരിയിലൊക്കെ ഒളിച്ച് താമസിക്കുന്ന അന്ന് മലബാറിലെ ഇതിലൊക്കെ പങ്കെടുത്തിരുന്ന ആൾക്കാരെ കുറേ കണ്ടുപിടിച്ച് കൊടുക്കണത്. എന്ന് വെച്ചാൽ അതിൻ്റെ സാഹചര്യം ഉണ്ടായിട്ടോ. 1971 ഈ സമരത്തിൻ്റെ 50-ാം വാർഷികം വന്നില്ലേ, ആ സമയത്താണ് കൊടൂർ എന്ത് ചെയ്തത്, ഇതിനെപ്പറ്റി മലപ്പുറം ടൈംസിലൊക്കെ എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി കുറേ പേര് ജീവിച്ചിരിക്കണ്ടല്ലോ, അവരൊക്കെ ഒന്ന് കണ്ടിട്ട് കുറച്ച് ഡയറക്റ്റ് വിവരം എടുക്കാം. അപ്പോൾ അതൊരു ആ സാഹചര്യത്തിലാണ് ഇത് ചെയ്തത്. അല്ല, അത്രയെങ്കിലും വിവരം നമുക്ക് കിട്ടിയല്ലോ അല്ലേ, ഒരു വലിയ കാര്യമല്ലേ.
ഷാഹിദ്, ഞാൻ നിങ്ങൾക്കറിയാലോ, ഞാൻ ഈ കേരളത്തിലെ ബ്രഹ്മവിദ്യാ സംഘത്തിൻ്റെ ഒരു വിഷയമാണ് ഗവേഷണം ചെയ്തത്. അത് 1980 മുതൽ 20 വരെയുള്ള സമയമാണ്. അപ്പോൾ അത് തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘം എങ്ങനെയാണ് കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു സാധാരണ ഗവേഷണമായി തുടങ്ങി. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് അതിൻ്റെ ആ തുടക്കത്തിൽ ഒരു രേഖകൾ പരിശോധിച്ചപ്പോഴാണ് 1920 മഞ്ചേരിയിൽ ഒരു രാഷ്ട്രീയ സമ്മേളനം നടന്നതായിട്ട് കണ്ടെത്തി. ആനി ബസന്റ്. അപ്പോൾ ആനി ബസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ അധ്യക്ഷയാണ്. അപ്പം ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് എന്താണ് അവർ ഇവിടെ വരാൻ കാരണം, അന്ന് എന്താണ് ഇങ്ങനെ ഈ മധ്യവർഗ വിഭാഗമായിട്ട് MP നാരായണ മേനോനും വാര്യംകുന്നത്തും ഒക്കെ അപ്പുറത്തും ഭൂപ്രഭുക്കന്മാരെല്ലാം ആനി ബസൻ്റെ കൂടെയും. അപ്പോൾ ഈ ഭൂപ്രഭുത്വവും ആനി ബസന്റും തിയോസഫിയും തമ്മിലുള്ള ബന്ധം എന്താണ്, അങ്ങനെയൊക്കെ ഒരു അന്വേഷണത്തിൽ നിന്നാണ് ഞാൻ കുറേയും കൂടെ ഉള്ളിലേക്ക്, അതായത് കുറേ തെളിവുകൾ ശേഖരിച്ച് ഇതൊന്ന് വിശദമായിട്ട് പഠിക്കേണ്ടത് തന്നെയാണല്ലോ എന്ന് തോന്നിയിട്ട് ഇതിലേക്ക് ഇറങ്ങി. അപ്പോൾ ആ സമയത്താണ് ഈ വാഗൺ, നമ്മൾ പാഠപുസ്തകങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ടേം എന്ന് പറയുന്നത് വാഗൺ ട്രാജഡി. അപ്പോൾ ആ ട്രാജഡീൻ്റെ ഒക്കെ ഒരു കുറച്ച് ഡോക്യുമെൻറ്റുകൾ ഇതിൽ കൂടി കടന്നുപോയി വന്നത്. അങ്ങനെ കടന്നു പോകാൻ കാരണം മഞ്ചേരി രാമയ്യർ ആനി ബസൻ്റെ ഏറ്റവും വലങ്കൈയാണ്. അവർ ഈ ഭൂപ്രഭുത്വത്തെ നിലനിർത്തുന്ന ആളാണ്. തിയോസഫി, ബ്രഹ്മവിദ്യ എന്ന് പറയുന്ന അമേരിക്കൻ ആശയം കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ്. അയാൾ മഞ്ചേരി രാമയ്യർ നല്ല ഒരു അറിവുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൽ ഒരു അന്ധമായിട്ട് ബ്രഹ്മവിദ്യയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഒരു നല്ല ക്രിമിനൽ വക്കീലാണ്. അപ്പോൾ അദ്ദേഹത്തെ ഈ വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് സമ്മർദ്ദങ്ങളെ തുടർന്ന് ഒരു കമ്മിറ്റി നിയോഗിച്ചു. അതിലൊരു മെമ്പറാണ് ഈ മഞ്ചേരി രാമയ്യർ. അപ്പോൾ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ബാക്കി ഉള്ള ആൾക്കാർ. അതായത് കൺവീനർ ബ്രിട്ടീഷുകാരനായിട്ടുള്ള നാപ്പ് സാഹിബാണ്. മറ്റൊരു മെമ്പർ കല്ലടി മൊയ്തുട്ടി സാഹിബാണ്. പിന്നെ ഒന്ന് മങ്കട കൃഷ്ണവർമ്മ രാജാവാണ്, വള്ളുവനാട്. അപ്പോൾ അവർ രണ്ടുപേരും ബ്രിട്ടീഷുകാർ ഒരാൾക്ക് റാവു ബഹദൂറും മറ്റൊരാൾക്ക് ഖാൻ ബഹദൂറും ഒക്കെ കൊടുത്തത്. അപ്പോൾ അവർ എവിടെ പറഞ്ഞാലും ഒപ്പിടുന്നുള്ളത് ഉറപ്പാണ്. മറ്റൊരു വക്കീൽ എന്ന് പറയുന്നത് മഞ്ചേരി രാമയ്യർ. രാമയ്യർക്ക് നിയമം അറിയുന്നതുകൊണ്ട് ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടാനുള്ള ധൈര്യമുള്ള ഒരാളാണ്. അതാണ് എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി മനസ്സിലായത്. കൃത്യമായൊരു പഠനം നടത്തിയ ആള്, വാഗൺ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട ഒരു വിയോജനക്കുറിപ്പ്. അദ്ദേഹം പറഞ്ഞു ഇത് അങ്ങനെയല്ല, നിങ്ങൾ അവരെ കൊന്നതാണ് എന്ന് ഇയാൾ നിയമത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് പറയുന്നത്. ഞാൻ കരുതാണ് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അത് പറയാനുള്ള ഒരു ചങ്കൂറ്റകൾ കാണിച്ചു. അന്ന് പറയാൻ പറ്റുമായിരുന്നു. ഇന്നിപ്പോൾ എന്താ സ്ഥിതി? ഇന്ന് നമുക്ക് വിയോജനം പറയാൻ പറ്റില്ല. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ രാജ്യദ്രോഹിയാക്കി. അങ്ങനത്തെ ഒരു കാലത്താണ്. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഇപ്പോൾ കിട്ടുന്നില്ല എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ മഞ്ചേരി രാമയ്യർ എന്ത് ചെയ്തു, ഈ കമ്മിറ്റി കൂടിയപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് ആ വാഗൺ കാണണം, എനിക്കത് അളന്ന് പിന്നെ പരിശോധിക്കണം. അങ്ങനെ അയാളത് പറഞ്ഞ കാരണം ആ വാഗൺ ദൂരെ നിന്ന് കോഴിക്കോട്ടേക്ക് എത്തിച്ചു. എന്നിട്ട് അയാൾ അളന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതൊരു ഒറ്റ വാഗണാണ്, 1711 എന്ന് പറയുന്നത്. അപ്പോൾ അതിനിങ്ങനെ 3 കള്ളിയുണ്ട്. MSM-LV. അന്ന് നമ്മൾ സദേൺ റെയിൽവേ അല്ല, മറാത്ത, സൗത്ത് മറാത്ത റെയിൽവേ എന്നാണ് പേര്. അപ്പോൾ MS എന്നാ പേര്. അപ്പോൾ ആ ഒരു വാഗൺ ഈ ഗുഡ്സ് കൊണ്ടുപോകുന്ന സാധനമാണ്, എയർ ടൈറ്റാണ്. അപ്പോൾ അതിന് 3 ഡോറുണ്ട്, 3 കമ്പാർട്ട്മെൻറ്റാണ്, ഒറ്റ വാഗൺ തന്നെ. അതിൽ ആളുകളെ നിറച്ചൊക്കെ നോക്കിയ സംഭവങ്ങൾ രാമയ്യർ നിറച്ചു നോക്കിയിട്ടില്ല. അയാൾ എന്ത് ചെയ്തു, 100 പേരെ കയറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ഉള്ളിലെ വ്യാസം അളന്നിട്ട് ഒരു മനുഷ്യന് ശ്വസിക്കാൻ എത്ര വായു വേണം, നിൽക്കാൻ എത്ര സ്ഥലം വേണം, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എത്ര പേരെ കയറ്റാം. നമ്മൾ ഇന്ന് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന പോലെ നിയമം അറിയില്ല അദ്ദേഹം. അതൊക്കെ അളന്നിട്ട് പറഞ്ഞു ഇത് സഫോക്കേഷനല്ല, ദിസ് വാസ് മർഡർ, ഇത് പ്ലാൻഡ് മർഡർ ആണ്. മാത്രമല്ല ഈ സംഭവം പുറത്തു വന്നതുകൊണ്ടാണ് ഇത് ആൾക്കാർ അറിഞ്ഞത്. കാരണം പൊതന്നൂർ വെച്ച് തുറന്നപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഈ വാർത്ത കേട്ട് ഒന്നിച്ചു കൂടി അതൊരു വാർത്തയായി, ഹിന്ദു പത്രത്തിൽ വാർത്തയും വന്നു. അങ്ങനെ ഇത് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താ, ഇതുപോലെ എത്രയോ ആൾക്കാരെ കൊന്നിട്ടുണ്ട്. കാരണം ഒരു ജിനോസൈഡാണ് നടക്കുന്നത്. മാപ്പിളമാരായിട്ടുള്ള ആൺകുട്ടികളെയും ആണുങ്ങളെയും പിടിച്ച് കൊണ്ടുപോയി ഇല്ലാതാക്കാൻ നടക്കുന്നത്. അപ്പോൾ അത് ഒക്കെ പുറത്തു കൊണ്ടുവന്ന ആ സാധനത്തിൻ്റെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ പറഞ്ഞു, എൻ്റെ നിരീക്ഷണം ഇതാണ്, അതുകൊണ്ട് അതാണ് റിപ്പോർട്ട് പറയേണ്ടത്. അപ്പോൾ 3 പേരും ഒറ്റ ടീമായി, ബ്രിട്ടീഷുകാരും ഈ 2 നാപ്പ് സാഹിബും മങ്കട കൃഷ്ണവർമ്മ രാജയും പിന്നെ കല്ലടി മൊയ്തുട്ടി സാഹിബും ഒന്നായി ബ്രിട്ടീഷുകാർക്ക് അനുകൂലം. ഇയാൾ അപ്പോൾ ഇയാൾ പറഞ്ഞു ഭൂരിപക്ഷം വന്നല്ല, തള്ളിപ്പോയില്ലേ, അത് പറ്റില്ല എന്ന് പറഞ്ഞു. എൻ്റെത് അപ്പൻഡിക്സ് ആയിട്ട് ചേർക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് അപ്പൻഡഡ് ആയിട്ടുള്ള റിപ്പോർട്ടാക്കിയിട്ട് മഞ്ചേരി രാമയ്യരുടെ വിയോജനക്കുറിപ്പുണ്ട്, അത് നമുക്ക് ലഭ്യമാണ്. അതാണ് അതിലെ ഗോൾഡൻ ഡോക്യുമെന്റ്. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ ഈ വിഷയത്തെ നമ്മൾ പഠിക്കേണ്ടത് വാഗൺ ട്രാജഡി എന്നല്ല, കൃത്യമായ മസാക്കറാണ്. അതുകൊണ്ട് വാഗൺ മസാക്കർ എന്ന് പറയണം. പാഠപുസ്തകങ്ങളിൽ നമ്മൾ നിരന്തരം ബഹളം ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അത് പല സ്ഥലങ്ങളിലും അത് വാഗൺ കൂട്ടക്കൊല എന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വിശദമായിട്ട്
പഠിക്കാനുള്ള ഡോക്യുമെൻറ്റുകൾ ഇന്ന് സെൻറ്റ് ജോർജ് ഗസറ്റിലും മലബാർ ഗസറ്റിലും പ്രസിദ്ധീകരിച്ചു. കാരണം എന്താണെന്നറിയോ, ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇത് ചർച്ചയായി. ബ്രിട്ടീഷ് പാർലമെൻറ്റ്, കാരണം ബ്രിട്ടൻ ഒരു പാർലമെൻ്ററി ഡെമോക്രസിയുടെ ഒരു മോഡലൊക്കെ ആയി നിൽക്കുന്ന സമയമല്ലേ. അപ്പോൾ അവിടെ പ്രതിപക്ഷത്തുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്തു, പാർലമെൻറ്റിൽ ഇത് ഉന്നയിച്ചു. അങ്ങനെ ഇത് പ്രസിദ്ധീകരിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിച്ചു. എവിടെ വെച്ചാൽ പ്രസിദ്ധീകരിക്കുന്നത്? ലണ്ടനിൽ. കാരണം ഇവിടെ പൊന്നിയ ആൾക്കാർ അറിഞ്ഞാൽ മതി, നാണക്കേട് മാറ്റാൻ വേണ്ടിയിട്ട്. ഇന്ത്യയിൽ ക്രൂരത തുടരുക, അവിടെ ഒരു പുറത്ത് അവർക്കൊരു ഭയങ്കര വിശുദ്ധ മുഖമുണ്ട്, അത് കാണിക്കുകയും വേണം. അങ്ങനെയാണ് ഇത് പുറത്തു വന്നത്. അപ്പം ഞാൻ മഞ്ചേരി രാമയ്യരെ കുറിച്ച് ഇതെന്താ നിലപാടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ ഡോക്യുമെൻറ്റുകൾ തിരഞ്ഞപ്പോഴാണ് ഈ വാഗൺ കൂട്ടക്കൊലേൻ്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകളും അതിൻ്റെ വിയോജനക്കുറിപ്പുകളും ചർച്ചകളൊക്കെ. അപ്പോൾ എന്നെ കോരിത്തെരിപ്പിച്ചൊരു കാര്യം എന്താണെന്നറിയോ, അന്ന് മദ്രാസിലെ നിയമസഭയിൽ നിരവധിയായിട്ടുള്ള മലയാളികളുണ്ട്, ബ്രിട്ടീഷുകാർ നോമിനേറ്റ് ചെയ്ത് വിട്ട ഒക്കെ ഭൂപ്രഭുക്കന്മാരാണ്, ഭയങ്കര മുതലാളിമാരാണ്. ആ മനുഷ്യരൊന്നും ഒരു അക്ഷരം കമ എന്ന് അതിൽ ഈ വാഗൺ കൂട്ടക്കൊലയെക്കുറിച്ച് പറയുന്ന, അതിൻ്റെ ചർച്ച നടക്കുന്നിടത്ത് മിണ്ടുന്നേ ഇല്ല. ആ ചർച്ച നടക്കുമ്പോൾ ബ്രിട്ടീഷുകാർ ഒരു കാര്യം കൂടെ ചെയ്തു. അന്ന് സഭയുടെ അധ്യക്ഷനായിട്ട് വെച്ചത് ആരെയാണെന്ന് അറിയുമോ? നാപ്പിനെ തന്നെ അവിടെ ഈ കൊലയാളിയെ തന്നെ അവിടുത്തെ ചർച്ചയിൽ കൺകൂടിയാനും വെച്ചിരിക്കുന്നു. എന്തൊരു വിരോധാഭാസ. ആരൊക്കെ 2-3 ആളുകൾ ആരൊക്കെ ഷൺമുഖം ചെട്ടിയാർ ഇല്ല, അത് കേക്ക്. അപ്പൊ ഇത് നടന്നപ്പോ മലയാളികളല്ലാത്ത ആൾക്കാർ, കോയമ്പത്തൂരിലുള്ള ആർക്കെ ഷൺമുഖം ചെട്ടി, അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. അതേപോലെ തന്നെ കർണാടകത്തിൽ നിന്നുള്ള ആൾക്കാർ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആയിട്ടുള്ള ആൾക്കാർ, അവർ എഴുന്നേറ്റ് നിന്ന് പറയാണ്, ഈ ഇരിക്കുന്ന ഈ അധ്യക്ഷനുണ്ടല്ലോ, അദ്ദേഹം ആ പഞ്ചാബിൽ നടന്ന അമൃത്സറിൽ നടന്നിട്ടുള്ള ആ കൂട്ടക്കൊലയുടെ അതേ രൂപത്തിലെ പ്രവൃത്തിയാണ് ചെയ്തത്. അദ്ദേഹത്തെ വിളിച്ച് യു ആർ ഡയർ ഓഫ് മലബാർ. കാരണം എന്താ, അവിടെ മൈക്കൽ ഡയറാണ് ചെയ്തത്, നിങ്ങൾ മലബാറിൻ്റെ ഡയറാണ് എന്ന് പറയുന്നത്. ഞാൻ പറയും, ഈ രേഖകൾ വന്ന് നമ്മൾ പഠിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ നാട് എങ്ങനെയാണ് കരകയറി വന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ രേഖകളൊക്കെ ഉണ്ടല്ലോ, നല്ല നല്ല രൂപത്തിൽ നമ്മളെ പബ്ലിക്കിനും കാണുന്ന രൂപത്തിൽ നമുക്ക് പ്രദർശിപ്പിക്കാൻ പറ്റണം. തെളിവുകളാണ് നമുക്കുള്ളത്. അതാണ് നമുക്ക് ചരിത്രം പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ആയുധം. ഈ തെളിവുകൾ വെച്ച് നമ്മൾ സംസാരിക്കണം. അപ്പം നമുക്ക് മനസ്സിലുള്ള ആദികളില്ലാതാവും. നമ്മുടെ രാജ്യത്ത് വെളിച്ചമുണ്ട്, അതൊരിക്കലും കെട്ടുപോയില്ല എന്ന് നമുക്ക് വീണ്ടും വീണ്ടും ഓർമ്മകൾ ചരിത്രത്തിൽ ചൂണ്ടുപലകൾ. അതെ.